അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞല്ലോ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം
സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ ഒരു സ്ഥലത്ത് എത്തി ഇന്ന കാര്യം കൂടി നടന്നാൽ അത് ശരിയാകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അത് അടക്കുന്നതിന് വേണ്ടി ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് മാതാവിൻ്റെ മധ്യസ്ഥനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, കേസിലും കോടതിയിലും പെട്ടിരിക്കുന്നവരെ, എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിലെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വര എന്നേക്കും ആമേൻ. 2 Thessalonians 1:3. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. തെസ്സലോനിയ സഭയിലെ വിശ്വാസ വളർച്ച ഉണ്ടായ കാര്യം പറയണേ. അപ്പൊ അവര് സഹോദര സ്നേഹം വർദ്ധിച്ചവരല്ലേ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ സഹോദര സ്നേഹം വർദ്ധിച്ചെന്നല്ല പറയണത്. പത്രോസ് ഇന്നലെ പറഞ്ഞില്ലേ, വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സുഹൃതത്തെ, ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ, ആത്മസമയം കൊണ്ട് ആത്മസമയത്തെ, ക്ഷമ കൊണ്ട് ക്ഷമയെ, നന്മ കൊണ്ടും ക്ഷമയെ, സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പരിപൂർണമാക്കാൻ പറയുന്ന കൂട്ടത്തിലുള്ള സഹോദര സ്നേഹം ഉപവിക്ക് മുമ്പുള്ളതാണ്. അതാണ് ഈ പൗലോസ് പറയണത്. വിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പറയും, വിശ്വാസം സമൃദ്ധമായി വളർന്നുകൊണ്ട് പരസ്പര സ്നേഹം അപ്പോൾ അവർക്ക് പരസ്പര സ്നേഹം വർദ്ധിച്ചു. അതിന് പൗലോസ് അപ്പോസ്തലൻ സ്നേഹം വർദ്ധിച്ചെന്നല്ല പറയണത്, വിശ്വാസം വർദ്ധിച്ചെന്നാണ് പറയണത്. അപ്പോൾ വിശ്വാസ വർദ്ധനവ് എന്ന് പറയണത് എൻ്റെ സംസ്കരിക്കപ്പെട്ട സമൃദ്ധമായ രൂപങ്ങളിലൊന്നാണ് പരസ്പര സ്നേഹം എന്ന് പറയുന്നത്. പലരും പരസ്പര സ്നേഹം ഉണ്ടായിട്ട് അവസാനം തല്ലിയാണ് പിരിയണത്. ഒരു കാലത്ത് നഖവും മാംസം പോലെ ഒരേ പാത്രത്തിൽ ഊണ് കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കോടതിയിൽ പോയി നിരങ്ങണ കണ്ടിട്ടില്ലേ. അതായത് എന്ത് സ്നേഹമായാലും ഈ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര അപൂർണതയാണ്. കാര്യം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അസസ് ചെയ്യും. ഞാൻ ആശുപത്രിയിൽ പോയി നിന്നായിരുന്നല്ല, പക്ഷേ ഞാൻ രോഗിയായിരുന്നപ്പോൾ അവർ വന്ന് തിരിഞ്ഞ് നോക്കിയില്ലല്ല, അവരൊന്ന് കൂട്ടുകാരോട് പിക്നിക്കിന് പോയില്ലേ, പിന്നെ പോയമാരോട്ട് നമ്മൾ എന്ത് നോക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴായാലും ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യമാണ്. എല്ലാം മനഃപൂർവ്വം ചെയ്യണമായിരിക്കത്തില്ല. അപ്പോൾ എന്താ ചെയ്തപ്പോൾ അങ്ങനെ പോയതാണ്. പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ ഗുണവും ദോഷവും പറയാൻ പോയാൽ ആരെയും സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ അതൊക്കെ എടുക്കുന്നത്. കാര്യം എന്താണ്? അപ്പോൾ റിട്ടേൺസ് നമ്മൾ അധികം പ്രതീക്ഷിക്കത്തില്ല. പരസ്പരം സ്നേഹമുണ്ട്, പക്ഷേ തിരിച്ച് നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ബൈബിൾ അതിനെ സ്നേഹമെന്ന് വിളിക്കുന്നത്. അല്ലാത്തൊക്കെ ചുമ്മാ നീക്കുപോക്കും അഡ്ജസ്റ്റ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനിറ്റ, ഞാൻ ഓസ്ട്രിയയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ്, ആളുടെ പേര് അജയ്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റിലാണ്. അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കിയില്ല. പക്ഷേ ആദ്യം ഉടമ്പടി എടുത്തപ്പം എനിക്കതിൽ പ്രത്യേകിച്ച് വിശ്വാസമൊന്നും തോന്നിയില്ല. അത് കാരണം ഉടമ്പടി പുതുക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ ഒരുപാട് ഉഴപ്പി. അത് കഴിഞ്ഞിട്ട് ഞാൻ എബ്രോഡ് പോകാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓസ്ട്രിയ എന്ന കൺട്രിയിലേക്ക് പോകുന്നത്. ഞാൻ അവിടെ വിയന്ന എന്ന രാജ്യത്താണ്, ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിലാണ്.
ഞാൻ ഇവിടുന്ന് സ്റ്റുഡൻറ്റ് വിസയിലാണ് പോകുന്നത്. അപ്പം IELTS ആദ്യം കിട്ടാഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ഉടമ്പടി പുതുക്കിയത്. അങ്ങനെ ആദ്യത്തെ സാക്ഷ്യത്തിൽ ഞാനതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഓസ്ട്രിയയിൽ ഒരു നല്ല അക്കോമഡേഷൻ വേണമെന്ന് പ്രാർത്ഥിച്ച് ആണ് ഞാൻ ഇവിടുന്ന് പോയത്. മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ മാതാവ് എനിക്ക് മുന്നേ പോയി ഓസ്ട്രിയയിൽ വളരെ നല്ലൊരു അക്കോമഡേഷൻ, അതും ഒരു മലയാളി ഫാമിലിയുടെ കൂടെ എനിക്ക് അക്കോമഡേഷൻ റെഡിയാക്കി. ഒരു ചേച്ചിയും കുഞ്ഞും മാത്രമാണ്. അവരുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഫീലൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫീലായിരുന്നു എനിക്ക്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. അവിടെ സ്റ്റുഡൻ്റായിട്ട് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ വീട്, അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി സപ്പോർട്ട് പോലെ തന്നെ നമ്മുടെ കൂടെ ഒരാളുണ്ടാവുക എന്നുള്ളത്. അവിടെ ഹോസ്പിറ്റൽ എമർജൻസി ആയിക്കോട്ടെ, എന്ത് കാര്യത്തിനും ചേച്ചി എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഈ 1.5 വർഷക്കാലം ഞാൻ ഒരു കാര്യങ്ങൾക്കും, ഒരു സ്റ്റുഡൻറ്റ് ബുദ്ധിമുട്ടുന്ന ഒരു ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിട്ടില്ല. എന്നെ അറിയാവുന്നവരാണെങ്കിലും ആര് വിളിച്ചാലും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ദൈവാനുഗ്രഹിച്ച് ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നേ എനിക്ക് പറയാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ എത്തി. ചേച്ചിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അതെൻ്റെ ഒരു മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്കറിയാം, സ്റ്റുഡൻ്റായിട്ട് പോകുന്ന എല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു പാർട്ട് ടൈം ജോലി കിട്ടാനാണ്. അപ്പോൾ ഞാനും ഒരുപാട് വിഷമിച്ചാൽ പോയി. എൻ്റെ കാലിനൊരു സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ജോലി പറ്റില്ല. അപ്പോൾ സ്റ്റുഡൻസ് യൂഷ്വലി മക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ KFCയിലാണ് ചെന്ന് കഴിയുമ്പോൾ ജോലി കിട്ടുന്നത്. പക്ഷേ ഞാനിവിടുന്ന് ഉടമ്പടി കാശുരൂപവും ഉടമ്പടി ഉപ്പും തൈലവും എല്ലാമായിട്ടാണ് പോയത്. അപ്പോൾ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ഞാൻ കാശുരൂപം കൈ പിടിക്കും, ഉപ്പ് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ 2 ഇൻ്റർവ്യൂവിന് പോയി. ആദ്യത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് ആ ജോലി കിട്ടത്തില്ല എന്ന്. അതും എൻ്റെ ഒരു ഫീൽഡിൽ തന്നെ ഉള്ളതായിരുന്നു. ഞാനിവിടെ MBA പഠിച്ചിട്ടാണ് പോയത്. ഞാൻ 4 വർഷം അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഞാൻ പോയത് വേറൊരു കോഴ്സ് എടുത്തിട്ടാണ്. എൻ്റെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കോഴ്സ്, അവിടെ പോകണമെന്നുള്ളൊരാഗ്രഹത്തിനൊരു കോഴ്സ് എടുത്താണ് പോയത്. പക്ഷെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ സെയിം ഫീൽഡിൽ പഠിച്ചാലേ സെയിം ഫീൽഡിലുള്ള ജോലി നമുക്ക് കിട്ടുകയുള്ളെന്ന്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പോയി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റെഫറൻസ് ത്രൂ എനിക്ക് ഞാൻ ലിങ്ക്ഡിൻ ത്രൂ അപ്ലൈ ചെയ്തു. പക്ഷേ റെസ്പോൺസ് ഒന്നും വന്നില്ല. ഒരു റെഫറൻസ് ത്രൂ എനിക്കൊരു ജോലി വന്നു, ഒരു ഇൻ്റർവ്യൂ. ഞാനപ്പോൾ ചെല്ലുന്നത് സെപ്റ്റംബറിൽ. എനിക്ക് ഡിസംബർ 2-ാം തീയതി പുള്ളി ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഞാൻ അവിടെ ചെന്ന് ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും കാശുരൂപം കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് ജോലി തരാം. ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ അവിടെ ഒരു ജോലി, പ്രത്യേകിച്ചൊരു സ്റ്റുഡൻറ്റിന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽസ് വെച്ചിട്ട് പുള്ളി എന്നെ സെലക്ട് ചെയ്തു. ജർമ്മൻ വേണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇംഗ്ലീഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, നീ പയ്യെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 8 അവേഴ്സേ ഉള്ളായിരുന്നെങ്കിൽ പോലും സ്റ്റുഡൻറ്റ് ലൈഫിലിരിക്കുമ്പം എനിക്ക് കിട്ടിയ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു എൻ്റെ വർക്ക് ഫ്രം ഹോം ജോലിയായിരുന്നു. ഇവിടുന്ന് ചെല്ലുമ്പോൾ അറിയാം, ക്ലൈമറ്റൊക്കെ ആയിട്ട് യൂസ്ഡ് ആവാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ആ വിൻ്ററിൻ്റെ സമയത്തും തണുപ്പത്തും ഒന്നും ജോലിക്ക് പുറത്തു പോലും പോകേണ്ട അവസ്ഥ എനിക്ക് വന്നില്ല. വീട്ടിൽ തന്നെ ഇരുന്ന് 8 അവേഴ്സ് ആണെങ്കിൽ പോലും അത്യാവശ്യം 8 അവേഴ്സിന് നല്ലൊരു പേ, എനിക്ക് അവിടുത്തെ ചിലവുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു 8 അവേഴ്സിൻ്റെ സീനിയർ കൺസൾട്ടൻ്റ് എന്ന പൊസിഷനിലേക്ക് എനിക്കൊരു ജോലി ലഭിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. പിന്നീട് എനിക്ക് പറയാനുള്ളത്, അത് കഴിഞ്ഞ് ഞാൻ ആ ജോലിയിൽ നന്നായിട്ട് പോകുമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പം ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ പുള്ളി ഇങ്ങനെ പറഞ്ഞു, പുള്ളിക്ക് ജർമ്മൻ അറിയാത്തവരെ പുള്ളിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം പുള്ളിയുടെ ഇംഗ്ലീഷ് ക്ലയൻസൊക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈശോയുടെ രൂപം നോക്കി ഒരുപാട് കരഞ്ഞു. കാര്യം എനിക്കാണ് ലോങ് സ്റ്റാൻഡിങ് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇതായിരുന്നു ആകെയുള്ളൊരു ഹോപ്പ്. പുള്ളി അവേഴ്സ് കൂട്ടിത്തരുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ 8 അവേഴ്സ് എന്നുള്ളത് ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. പക്ഷെ അപ്പോഴും ഞാൻ ഈശോയെ തള്ളി പറഞ്ഞില്ല. ഞാൻ ബൈബിൾ എടുത്ത് വെച്ചിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പക്ഷെ ഞാൻ ഈശോയോട് പറഞ്ഞത്, ഞാൻ ഉടമ്പടി എടുത്താണ്, അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ ജോലി പോയാൽ വേറെ ഇതിനേക്കാൾ നല്ലൊരു ജോലി എനിക്ക് ഈശോയും മാതാവും കൊണ്ടുതരും. അത് കാരണം ഞാൻ ഈശോയെ ഒരിക്കലും തള്ളി പറഞ്ഞില്ല. ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു എൻ്റെ ആ ജോലി പോയതിന്. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഐ ട്രസ്റ്റ് യു, എനിക്ക് ഉറപ്പുണ്ട് ഈ ജോലിക്ക് പകരം എനിക്ക് നല്ലൊരു ജോലി നീ തരുമെന്ന്. അപ്പം ഓസ്ട്രേലിയയിൽ വെച്ചാൽ നമുക്ക് 14 months സാലറിയാണ്, 2 മാസം നമുക്ക് ഡബിൾ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കറക്റ്റ് ഡബിൾ പേയുടെ സമയത്താണ് പുള്ളിക്കാരൻ എന്നോട് കോൺട്രാക്റ്റ് എൻഡ് ചെയ്യാന്ന് പറയുന്നത്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, കാര്യം നമ്മൾ സ്റ്റുഡൻ്റാണ്, ചെന്നതേ ഉള്ളൂ, ഫീസ് അടയ്ക്കണം, ഫണ്ടിന് ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമാണ്.
അപ്പം ഈശോയോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിനക്ക് ഞാൻ 2 മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാം, അതായത് മെയിലെ ഡബിൾ സാലറി എനിക്ക് കിട്ടുന്നത് പോലെ. അവേഴ്സ് കുറവായതുകൊണ്ട് തന്നെ ഡബിൾ സാലറി എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ എമൗണ്ട് അല്ലെങ്കിൽ പോലും കിട്ടിയത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഡബിൾ പേയ്മെൻറ്റ് പുള്ളിക്ക് തരാതിരിക്കാം. പക്ഷേ മാതാവ് ഇടപെട്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ആ ഡബിൾ പേയ്മെൻറ്റും പുള്ളി തന്നു. വളരെ സ്നേഹമായിട്ട് പുള്ളി, നീ നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ നിനക്ക് എക്സ്റ്റൻഷൻ തരാമെന്ന് പറഞ്ഞു. ഒരു 2 months എനിക്ക് വേറെ ജോലി തപ്പാനുള്ള ഒരു സമയം തന്നു. അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. കാര്യം ഓസ്ട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ളവരല്ല. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അത്രയും ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് സംസാരിക്കാനും എന്നെ ഒരുപാട് കംഫർട്ടബിൾ ആക്കിയ ഒരു മാനേജറാണ്. അപ്പം അങ്ങനെ ഒരു നല്ല സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുവാനും അത് ജോലി പോയിട്ട് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുവാനും മാതാവിൻ്റെ ഉടമ്പടി ഉപ്പിൻ്റെ ശക്തിയായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് എൻ്റെ ജോലി തീരാറായപ്പോൾ തന്നെ പുള്ളി എന്നോട് പറഞ്ഞു, വെക്കേഷൻ കിടപ്പുണ്ട്, അപ്പം നീ 1 മാസം വർക്ക് ചെയ്യണ്ട, വെക്കേഷനായിട്ട് എടുത്തോ, പക്ഷെ സാലറി ഞാൻ തരാമെന്ന്. അപ്പോൾ ജോലി പോലും ചെയ്യാതെ ആക്ച്വലി 1 മാസം എനിക്ക് ശമ്പളം കിട്ടി. അതൊക്കെ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കാര്യം സ്റ്റുഡൻസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോൾ അവരോട് സംസാരിക്കുമ്പം എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, എങ്ങനെയാണ് ജർമ്മൻ പോലും ഇല്ലാതെ വർക്ക് ഫ്രം ഹോം ജോബ് കിട്ടിയത്. അപ്പം ഞാൻ പറയുമായിരുന്നു, എനിക്കത് മാതാവ് വാങ്ങിച്ചു തന്ന ജോലിയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, അതെനിക്ക് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയതിൻ്റെ അനുഗ്രഹത്തിൽ എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയൊരു വലിയ ബോണസ് പോയിൻ്റാണതെന്ന്. അതിനുശേഷം ഞാനിങ്ങനെ ജോലി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നമ്മൾ മലയാളികളുടെ തന്നെ. അപ്പം ഞാൻ സാധനം വാങ്ങാൻ പോയതാണ്. അപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപമുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പോയപ്പം അവിടുത്തെ അങ്കിൾ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പുള്ളിനോട് അങ്ങോട്ട് സംസാരിച്ചിട്ടില്ല, ജസ്റ്റ് നോക്കിയത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജോലി പോയി, എൻ്റെ കോൺട്രാക്റ്റ് തീർന്നു, അപ്പം ഞാനൊരു ജോലി നോക്കുക, സ്റ്റുഡൻ്റ് ആണെന്ന്. അപ്പോൾ തന്നെ പുള്ളിയോട് ചോദിച്ചു, ജർമ്മൻ അറിയാമോ? അപ്പോൾ എനിക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെന്ന ഒരു സമയത്തെ നോളജ് വെച്ചിട്ട് അറിയാം, നമ്പേഴ്സ് അറിയാം. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ ബില്ലിങ്ങിലുള്ള സ്റ്റാഫ് പോവുകയാണ്, അപ്പോൾ ബില്ലിങ്ങിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ ഓർത്ത്, മാതാവേ ഇതെന്തോ, അവിടെ സാധാരണ സ്റ്റുഡൻസൊക്കെ സാധനം അടുക്കി വെക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ജോലിയെ കിട്ടാറുള്ളൂ, പ്രത്യേകിച്ച് ജർമ്മൻ ഇല്ലാതെ. അപ്പോൾ എന്നെ ബില്ലിങ്ങിലേക്കെന്ന് വെച്ചാൽ നമുക്ക് ബില്ലിങ്ങിൽ ഇരുന്നാൽ മതി, എൻ്റെ ഈ കാലിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടാവത്തില്ല. പിന്നെ കസ്റ്റമേഴ്സ് ഇല്ലാത്തപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യണം, ഫില്ലിങ്ങിനൊക്കെ, അത് നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടല്ല, നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നത് വെച്ച് നോക്കിയാൽ തമ്പുരാൻ എനിക്ക് ഒരുപാട് ഈസി ആക്കി തന്നൊരു ജോലിയാണ്. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞു, എൻ്റെ പേപ്പേഴ്സൊക്കെ കോൺട്രാക്റ്റിന് അയച്ചു, എൻ്റെ കോൺട്രാക്റ്റ് എനിക്ക് കിട്ടി. ഇപ്പം ഞാൻ 20 hours അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. മലയാളികളുടെ കൂടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഞാൻ വളരെ കംഫർട്ടബിളായിട്ടാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഒരുപാട് അനുഗ്രഹം, ഞാൻ മാധവനോട് ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരു ജോലി തീർന്നപ്പോൾ തന്നെ എനിക്ക് ശമ്പളമില്ലാതിരിക്കേണ്ട ഒരു അവസ്ഥ അമ്മ മാതാവ് എനിക്ക് തന്നില്ല. അപ്പം തന്നെ എനിക്ക് അടുത്ത ജോലി മാതാവ് ഇങ്ങോട്ട് എനിക്ക് കൊണ്ടുതന്നു. ഞാൻ അന്വേഷിച്ച് നടക്കുക പോലും ചെയ്യേണ്ട ഒരു അവസ്ഥ വരുത്താതെ. കാര്യം മക്ഡൊണാൾഡ്സിലൊക്കെ ഞാൻ ഒരുപാട് റെസ്യൂമേ കൊടുത്തു, എന്നെ എവിടെ നിന്നും വിളിച്ചില്ല. മക്ഡൊണാൾഡ്സിൻ്റെ മാനേജറിനെയൊക്കെ നേരിട്ട് പോയി കണ്ടു. പക്ഷേ ഇത്രയും സ്ഥലത്ത് ഞാൻ നടന്നിട്ടും അമ്മ മാതാവ് എനിക്ക് അവിടെ ജോലി തന്നില്ല. കാര്യം എന്നെക്കൊണ്ടത് പറ്റാത്ത ജോലി ആയതുകൊണ്ടാണ് എനിക്ക് തരാഞ്ഞത്. അപ്പം ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എനിക്കത് പറ്റാത്തതുകൊണ്ടായിരിക്കും എനിക്കത് തരാത്തതല്ലേ, കുഴപ്പമില്ല, എനിക്ക് പറ്റുന്നൊരു ജോലി സമയമാകുമ്പോൾ കിട്ടും, പക്ഷേ എനിക്ക് പൈസയ്ക്കൊരു ടൈറ്റ് വരുത്തരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ സമയമായപ്പം എൻ്റെ ഫസ്റ്റ് കോൺട്രാക്റ്റ് തീർന്നപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പുതിയ ജോലിയിലേക്ക് കയറാൻ പറ്റി. അതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. പിന്നീട് എനിക്ക് ചെറുതും വലുതുമായി ഒരുപാട് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ നടുവേദന, ഏറ്റവും വലുതായിട്ട് പറയാനുള്ളത്, എനിക്കൊരു സിസ്റ്റ് വന്നായിരുന്നു അവിടെ വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്കാനിങ്ങിൽ എന്നോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, 2 സിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ കേട്ടപ്പം ഞാൻ അവിടെ ഒറ്റയ്ക്കാണ്. എനിക്കൊരു ടെൻഷനൊക്കെ തോന്നി. കാര്യം കല്യാണം കഴിഞ്ഞു, നമ്മൾ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു, അപ്പം നമുക്ക് അതേപ്പറ്റിയൊക്കെ കൂടുതൽ വറീസ് ആവാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ഒരുപാട് വിഷമിച്ച്, മാതാവേ എനിക്ക് ഒന്നും ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടർ എന്നെ ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ അന്ന് തൊട്ട് ഡോക്ടർ അടുത്ത സ്കാനിങ്ങിന് ഒരു 3 മാസം സമയം തന്നു. അപ്പം വരെ ഞാൻ ഇവിടുത്തെ തൈലം, ഞാൻ ആക്ച്വലി ഡോക്ടർ എനിക്ക് മെഡിസിൻ ഒന്നും തന്നില്ല, തൈലം ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 3 മാസം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ ഓർത്തപ്പോഴൊക്കെ 1 മാസം എന്തായാലും ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ടും ഞാൻ 1, 2 അല്ലെ 3 ദിവസം മുടക്കി കാണും ആ 3 മാസത്തിൽ. ബാക്കി എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു.
പിറ്റേ സ്കാനിങ്ങിന് ചെന്നപ്പം ഡോക്ടർ തന്നെ ഷോക്കായി. പുള്ളിക്കാരി ഇങ്ങനെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ നോക്കിയിട്ട് എന്നെ നോക്കും. അപ്പം ഞാൻ ചോദിക്കും ഡോക്ടറെ എന്ത് പറ്റും ചോദിക്കുമ്പം ആ സിസ്റ്റ് പോയി, അവിടെ ആ സിസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. കാര്യം 3 മാസം സമയം ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ ആകെ ചെയ്തത് ഈ തൈലം അവിടെ പെരട്ടി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതെനിക്കൊരു വലിയ വിശ്വാസമായിട്ട്, എനിക്കൊരു വലിയ സാക്ഷ്യമായിട്ട് അതിവിടെ പറയണമെന്ന് തോന്നി. അതുപോലെ എൻ്റെ ചെറുത് വലുതുമായ എല്ലാ രോഗസൗഖ്യങ്ങളും, എനിക്ക് എൻ്റെ പ്രൈവറ്റ് പാർട്സിലൊക്കെ എനിക്ക് അലർജി ആയിട്ട് ഇങ്ങനെ കുരുക്കൾ വരുന്നൊരിതുണ്ടായിരുന്നു പണ്ട് തൊട്ട്. അപ്പം ഞാൻ അന്നേരം ആണെങ്കിലും ഞാൻ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ അനേകം രോഗസൗഖ്യങ്ങളും എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കിട്ടിയിട്ടുണ്ട്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു 40 hours ജോലി കിട്ടി. സ്പോൺസർഷിപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മുടെ സ്പൗസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതും സ്പൗസിന് ജർമ്മൻ A1 ജർമ്മൻ A1 ലാംഗ്വേജ് വേണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ആളുടെ ജോലി സെയിൽസിലാണ്, ഒരുപാട് പ്രഷറുള്ള ജോലിയാണ്. അപ്പം ജോലി കഴിഞ്ഞ് വന്ന് പഠിക്കുക എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട, ഇത്രയും നമ്മളെ മാതാവല്ലേ എത്തിച്ചത്, മാതാവ് ഈശോയോട് റെക്കമെൻഡ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഉടമ്പടി കാശ് രൂപവും, ഹസ്ബൻഡിന് ഉടമ്പടി കാശ് രൂപവും ഉണ്ട്, അപ്പം കാശ് രൂപവും തൈലവും ഉപ്പും ഒക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെടുത്തപ്പോൾ തന്നെ നമുക്ക് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പം ഏജൻസി ത്രൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞു A1 ചിലപ്പോൾ ചോദിക്കും, അപ്പോൾ ചിലപ്പോൾ ലാഗ് ആവുമായിരിക്കും, അതുകൊണ്ട് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യേണ്ട, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ. അവർക്കും ഉറപ്പ് പറയാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് വെച്ച് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു A1 ചോദിക്കത്തില്ല, അമ്മ മാതാവ് ഇടപെടും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ഞാൻ പോയപ്പോഴത്തേക്ക് എംബസിയിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ഉടമ്പടി കാശ് രൂപം കൊണ്ടുപോയി, ഡോക്യുമെൻറ്റ്സിലെല്ലാം തൈലം പുരട്ടി. പിന്നെ പോകുന്നതിന് മുൻപേ ഇവിടെ കൃപാസനത്തിൽ വന്ന മാതാവിൻ്റെ അടുത്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഉറപ്പുണ്ടായിരുന്നു ഇതിൽ സെക്കൻഡായിട്ട് വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ചോദിക്കത്തില്ല എന്ന് എൻ്റെ വിശ്വാസമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് റെസ്പോൺസ് വന്നു, വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട എന്നുള്ളത്. എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാര്യം ഏജൻസിക്കാർ പറഞ്ഞു ചിലപ്പോൾ ലാംഗ്വേജ് ചോദിക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ടും മാതാവിൻ്റെ റെക്കമെൻഡേഷനും കൊണ്ട് മാത്രമാണ് ജർമ്മൻ ലാംഗ്വേജ് ചോദിക്കാതെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ 2 weeks മുന്നേ അപ്രൂവലായി വന്നു. ഞങ്ങളോട് വേറെ ഓരോ എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സും ചോദിച്ചില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫണ്ട് കാണിക്കണമായിരുന്നു. എവിടെ നിന്നെന്ന് അറിയത്തില്ല, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് കറക്റ്റ് സമയത്ത് ആവശ്യത്തിലധികം ഫണ്ട് അക്കൗണ്ടിൽ തന്നു. ഒരുപാട് പേര് സഹായിച്ചു, പക്ഷേ ആവശ്യത്തിലധികം ഫണ്ടും കിട്ടി, വിസയും അപ്രൂവായി. ഇപ്പം ഞാനിപ്പം കൃപാസനത്തിൽ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് ഓസ്ട്രിയയിൽ നിന്ന് ഇവിടെ വരെ വന്നത്. ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ വിസ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ കിട്ടുവാണെങ്കിൽ ഞാൻ അവധിയെടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന്. കറക്റ്റ് എനിക്ക് യൂണിവേഴ്സിറ്റി ബ്രേക്ക് കിട്ടി. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് സേവിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ലെങ്കിൽ പോലും ഉള്ളത് വെച്ചിട്ട് ദൈവം തമ്പുരാൻ എന്നെ ഇവിടെ വരുവാനും ഈ സാക്ഷ്യം പറയുവാനും അനുവദിച്ചു. അത് ഈശോയുടെ മാതാവിൻ്റെ ഒരു വലിയ കൃപയായിട്ട് ഞാൻ കാണുന്നു. ആ വിസ കിട്ടിയത് ഈശോയും മാതാവും അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഞാൻ വീടിന് വേണ്ടി ഒരുപാട് അന്വേഷിച്ച് നടക്കേണ്ടി എനിക്ക് വന്നില്ല. ഒറ്റ വീടേ ഞാൻ കണ്ടുള്ളൂ, അവിടെ ഞാൻ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ ആ വീട് എനിക്ക് കിട്ടിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് പള്ളിയുടെ അടുത്ത് തന്നെ ഒരു വീട് കിട്ടണമെന്ന്. കാര്യം പള്ളിയുടെ അടുത്ത് വീട് കിട്ടുവാണെങ്കിൽ എനിക്ക് പള്ളിയിൽ പോയി ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റും. ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് ആരാധന എഴുന്നള്ളിച്ച് വെച്ച് പള്ളിയിൽ ഞാൻ എപ്പോഴും പോയിരിക്കുമായിരുന്നു. എന്ത് സങ്കടം വന്നാലും ദൈവം തമ്പുരാൻ്റെ അടുത്ത് പോയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഇത്. കാര്യം വേറെ ആരോടും ഞാൻ പറയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ നമുക്കിങ്ങനെ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നിടത്ത് നമുക്ക് അവിടെ അഡോററായിട്ട് പോകും. അവിടെ ഫിലിപ്പീൻസ് സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ആരാധനയുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡായിട്ട് അവിടെ പോയപ്പോൾ സിസ്റ്റർ എന്നോടൊന്ന് ചോദിച്ചു, നിനക്ക് അഡോററായിട്ട് ഇരിക്കാൻ പറ്റുമോയെന്ന്. സംഭവം എന്നാണെന്നും എനിക്ക് മനസ്സിലായില്ല. എന്നോട് പറഞ്ഞു ഈശോയ്ക്ക് കൂട്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പറ്റുന്ന സ്കെഡ്യൂൾസൊക്കെ ഞാൻ അവരോട് പറയാൻ തുടങ്ങി. 2-3 മണിക്കൂർ. പണ്ട് ഒരു 10 മിനിറ്റ് പോലും പള്ളിയിലിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ 2-3 മണിക്കൂർ വെറുതെ ഈശോയെ നോക്കിയിരിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഉടമ്പടിയിൽ നിന്ന് കിട്ടിയൊരു വലിയ ബ്ലെസ്സിങ് ആണ്. പിന്നെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് എനിക്ക് ആത്മീയമായിട്ട് എൻ്റെ ലൈഫിൽ വളരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ
ഞായറാഴ്ച പള്ളിയിൽ കുർബാന മുടക്കുമ്പോൾ എനിക്ക് പണ്ട് വലിയ വിഷമമൊന്നും ഇല്ലാത്ത ആളായിരുന്നു. കാര്യം പരിപാടികളായിരുന്നു പ്രയോറിറ്റി. അപ്പോൾ ഫങ്ഷൻസിനൊക്കെ പോയിട്ട് ഒരു ഞായറാഴ്ച കുർബാന മുടക്കിയാലും അത് വലിയ പ്രശ്നമില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയയിലാണെങ്കിലും നമുക്ക് ഒരുപാട് പള്ളികളുണ്ട്. ജർമ്മൻ കുർബാനയാണ് കാണാറ്, മലയാളം കുർബാനയ്ക്ക് പോയില്ലെങ്കിലും. പക്ഷേ എല്ലാ ഞായറാഴ്ചയും ഞാൻ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞായറാഴ്ച കുർബാന മുടക്കിയിട്ട് ആ പരിപാടിക്ക് പോകത്തില്ല. പരിപാടി വേണ്ടെന്ന് വെച്ചാലും ഞാൻ കുർബാന മുടക്കിയിട്ടില്ല. അതെൻ്റെ ലൈഫിൽ എനിക്ക് വന്ന വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. അത് പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് കുർബാന മുടക്കാൻ ഇത്രയും ഒരു വിഷമം തോന്നി തുടങ്ങിയത്. അപ്പോൾ സൺഡേ കുർബാന ഞാൻ അവിടെ ഇംഗ്ലീഷിലാണ് നമുക്ക് കുമ്പസാരിക്കുന്നത്. മലയാളം നമ്മൾ അച്ഛന്മാരുണ്ട്, പക്ഷേ എപ്പോഴും അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ കുമ്പസാരിക്കാൻ പഠിച്ച് ഞാനിപ്പോൾ 2 വീക്സിൽ എന്തായാലും കുമ്പസാരിക്കും. അങ്ങനെ കൂടിപ്പോയ ഒരു 3 ആഴ്ച, അതിനപ്പുറത്തേക്ക് എൻ്റെ കുമ്പസാരം മുടങ്ങാറില്ല. അതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം. ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും ഞാൻ ഉടമ്പടി കാശ് രൂപ എൻ്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടേ പോകാറുള്ളൂ. കാര്യം ക്യാഷാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ടെൻഷനായതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഡെയിലി ബ്രെഡ് കാണും. ഡെയിലി ബ്രെഡ് കണ്ടു കഴിഞ്ഞിട്ട് കാശ് രൂപ എടുത്ത് ഞാൻ പോക്കറ്റിലിട്ട് അങ്ങനെ ഞാൻ ജോലിക്ക് പോകാറുള്ളൂ. കാശ് രൂപ മറന്നു പോയാൽ ഞാൻ തിരിച്ചു വന്ന് കാശ് രൂപ എടുത്തുകൊണ്ടേ ജോലിക്ക് പോകത്തുള്ളൂ. അതെനിക്കൊരു വലിയ കോൺഫിഡൻസാണ്. അതില്ലാതെ പോയിട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് കാരണം ഞാൻ ജീൻസിൻ്റെ പോക്കറ്റിൽ ആ കാശ് രൂപ ഇട്ടിട്ടേ പോകാറുള്ളൂ. അങ്ങനെ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ഒരുപാട് വലുതും ചെറുതുമായ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈശോയ്ക്കും മാതാവിനും നന്ദി മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് പറയാനുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾ കിടക്കുന്നതിന് മുമ്പേ കൈ പിടിച്ച് ഞങ്ങൾ എത്രയും തള്ള മാതാവെ ചൊല്ലി കുരിശ് വരച്ച് സ്തുതി കൊടുത്തേ കിടക്കാറുള്ളായിരുന്നു. അപ്പം ഞാൻ ഓസ്ട്രേലിയക്ക് പോയപ്പോൾ ഹസ്ബൻഡ് നാട്ടിലാണ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസിലായിട്ട് പോലും ഞങ്ങൾ രാത്രിയിൽ വീഡിയോ കോൾ ചെയ്യുമ്പം ഞാൻ അവിടെ നിന്ന് വീഡിയോ കോളിലാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് എത്രയും തളമാതാവ് ചൊല്ലി സ്തുതി കൊടുത്തിട്ട് ഞങ്ങൾ കിടക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഈ 1.5 വർഷക്കാലം ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് സ്ട്രോങ് ആയിട്ട് വളർന്നു. ഞങ്ങൾ ഒരുപാട് സ്നേഹം കൂടിയ പോലെ ഞങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങി. അപ്പം ഈശോയുടെയും മാതാവിൻ്റെ ഇടപെടലും കൊണ്ട് ആ 1.5 വർഷക്കാലം ഞങ്ങൾ ഒന്നിച്ചല്ലായിരുന്നെങ്കിലും ഒന്നിച്ചായിരുന്ന പോലെ തന്നെയുള്ളൊരു ഫീലായിരുന്നു. അത് ഈശോയും മാതാവും ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹം. ആ പ്രാർത്ഥനയുടെ ബലത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് സപ്പോർട്ടീവായിട്ട്. ടൈം സോണിൻ്റെ ഡിഫറൻസ് ഉണ്ടായിട്ടും ഞങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടിരിക്കുന്നത് വളരെ കുറവാണ്. സാധാരണ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഒരുപാട് വഴക്കുകളും ബുദ്ധിമുട്ടുകളും വരേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ച് അത്രയും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ വന്നു, പക്ഷേ ആൾക്ക് ജോലിയിൽ നിന്ന് റിലീവിങ് കിട്ടിയിട്ടില്ല. ഞാൻ ഫെബ്രുവരി 26 തിരിച്ചു പോകും. അപ്പം റിലീവിങ് കിട്ടാനും ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റണമെന്ന് മാത്രമാണ് മാതാവിനോട് ഇപ്പോൾ ഉള്ള പ്രാർത്ഥന. എൻ്റെ നിയോഗങ്ങൾ ഞാനിപ്പോൾ ഉടമ്പടി പുതുക്കി. എൻ്റെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിനേക്കാളും എനിക്കിപ്പോൾ കിട്ടിയ ഈശോയെയും മാതാവിനെയും കളയാതെ ഈ പ്രെയർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ്. കാര്യം ഉടമ്പടി എടുത്തപ്പം 90 ദിവസം ഇതെങ്ങനെ പ്രാർത്ഥിക്കും, 90 ദിവസം ഇതെങ്ങനെ കൊണ്ടുപോകും എന്നതായിരുന്നു എൻ്റെ ഡൗട്ട്. പക്ഷേ ഇപ്പോൾ അതെൻ്റെ ഒരു ഡെയിലി റുട്ടീൻ പോലെയാണ്. രാവിലെ എണീക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഡെയിലി ബ്രെഡ് കാണുന്നു, ജോലിക്ക് പോകുന്നു. അതെൻ്റെ ഒരു ഡെയിലി റുട്ടീൻ പോലെയായി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉടമ്പടി ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പം എങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എന്നെ ഈശോയും മാതാവും ഉടമ്പടി ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു ഇതിലെത്തിച്ചിട്ടുണ്ട്. അതും ഞാൻ ഈശോയുടെ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു. ഡെയിലി ബ്രെഡ് കാണാതെ ഒരു ദിവസം പോലും ഞാൻ ജോലിക്ക് പോകാറില്ല. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണമെന്നും ചൊവ്വാഴ്ച ധ്യാനം കൂടണമെന്നും ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം എനിക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ഇനിയും അവിടെ ചെന്നും ഈ പ്രെയർ ലൈഫ് ഞങ്ങൾക്ക് ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യുവാനും ഇനി ഒരുപാട് സാക്ഷ്യങ്ങൾ ഈ ആൾത്താരെ വന്ന് പറയുവാനും ഈശോയും മാതാവും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. അനിറ്റ അജയ് എന്ന ഈ സഹോദരങ്ങളുടെ ഈ ദമ്പതികളുടെ വളരെ ശക്തവും ആത്മീയവുമായ ഈ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. വളരെ സങ്കടത്തോടുകൂടിയാണ് അനിറ്റ് ഇവിടെ വന്ന് ഈ 30 ദിവസം എങ്ങനെ ഞാൻ 90 ദിവസം ഈ ഉടമ്പടിയിൽ എങ്ങനെ ചിലവഴിക്കും
എന്ന് വിഷമിച്ചുകൊണ്ട് ഉടമ്പടിയെടുത്ത അനിറ്റാണ് പിന്നീട് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു യു-ടേണിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. തികച്ചും ഒരു എയർ ലിഫ്റ്റിംഗ് സാക്ഷ്യം എന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. വളരെ ശക്തിയായി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഹിസ് ഗ്രേസിൽ എന്ന അടിസ്ഥാനത്തിലാണ് ഇവരുടെ രണ്ടുപേരുടെയും എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ക്രമീകരിക്കുന്ന വിധങ്ങൾ വളരെ വ്യത്യസ്തമാണ്, വളരെ വിസ്മയിപ്പിക്കുന്നതാണ്. കാരണം A1 ഇല്ലാതെ പോലും ഈ മകൾക്ക് ബിസിനസ് അനാലിസിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ലെങ്കിൽ തന്നെയായാലും അവിടെ ചെന്നെത്താൻ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ലെങ്കിലും അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴുണ്ടായ പരിശുദ്ധ അമ്മയുടെ ആ നടപടികൾ, പരിശുദ്ധ അമ്മ കൈപിടിച്ചുകൊണ്ട് ആവശ്യമായ അക്കോമഡേഷൻ, വീട്, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ എല്ലാം പരിശുദ്ധ അമ്മ മുൻപേ നടന്ന് ട്രാവലിംഗ് മദർ എന്ന് പരിശുദ്ധ അമ്മ, സഞ്ചാരി മാതാവെന്ന് അമ്മയെക്കുറിച്ച് പറയുന്നത് ഈ ഒരൊറ്റ കാരണങ്ങൾ കൊണ്ടാണ്. നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഉടമ്പടിയിലാണ്. അനിറ്റയുടെ ആ ഒരു വലിയ വിശ്വാസമാണ് എനിക്കൊന്നിനും. അനിറ്റ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈശോ വേണം, ഈശോയെ സ്നേഹിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം വന്നപ്പോൾ തന്നെ ഒരു 3 മണിക്കൂർ ഒരു അഡോററായി അപ്പോയിൻറ്റ് ചെയ്യാനുള്ളൊരു മഹാഭാഗ്യം പോലും ഈ മകൾക്ക് ലഭിച്ചതായിട്ട് നമ്മുടെ ജോസഫ് അച്ഛൻ നമ്മോട് പറയാറുണ്ട്. ഈശോ എല്ലാവരെയും സ്നേഹിക്കും, പക്ഷേ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. നീതി ഈശോ പ്രവർത്തിക്കും, പക്ഷേ ഇഷ്ടപ്പെടുന്നത് വളരെ ചുരുക്കമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടവരിലെ ലിസ്റ്റിലേക്ക് അനിറ്റ് കയറിയതാണ് ഈ വലിയ സാക്ഷ്യം. മകൾക്ക് ജീവിച്ചു തുടങ്ങിയപ്പോൾ ജോലിയുടെ ആവശ്യത്തിലെല്ലാം ഒരു സീനിയർ കൺസൾട്ടൻറ്റ് പോസ്റ്റിലേക്ക് പോലും സ്റ്റുഡൻറ്റ് വിസയിൽ ചെന്നൈ മകൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ യാതൊരു അസ്വസ്ഥതകളും ഇല്ലാതെ തന്നെ എപ്പോഴൊക്കെയാണോ അസുഖം വരുന്നത് അപ്പോഴെല്ലാം ഈ മകളുടെ ആൻറ്റിബയോട്ടിക് പോലും നേർച്ച വസ്തുക്കൾ മാത്രമായിരുന്നു. ഈശോ ഒരിക്കലും സംശയിക്കാതെ, ഒരിക്കലും തള്ളിപ്പറയാതെ ജീവിക്കാനുള്ള, പരാതിപ്പെടാതെ ജീവിക്കാനുള്ള ഒരു 60 മേനി കൊയ്യാനുള്ള, 100 മേനി കൊയ്തെടുക്കാനുള്ള വലിയ കൃപ ഈ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു വലിയ ബ്യൂട്ടി മകളെ ഏറ്റുപറയുകയായിരുന്നു. ഞങ്ങൾ എന്നും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് സ്തുതി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതും ഡേ അവസാനിപ്പിക്കുന്നതും തുടങ്ങുന്നു. വളരെ മനോഹരമായ ഒരു ജീവിത രീതിയിലേക്ക് യു-ടേൺ എടുത്തുകൊണ്ട് കടന്നു വരാൻ ഈശോ അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈശോയോട് തന്നെ ഒരു കൺസൾട്ടേഷൻ ആദ്യം കൊടുക്കുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാനും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉടമ്പടി വളരെ സ്ട്രോങ് ആകുവാനും ജീവിതത്തിലുടനീളം നിത്യതയാണ് എൻ്റെ ലക്ഷ്യമെന്ന് ഉന്നം വെച്ചുകൊണ്ട് ജീവിക്കാനുള്ള വലിയ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെ വന്നിരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് അംബിക, ഞാൻ കൊല്ലത്ത് നിന്നും വരുന്നു. ഞാൻ ഹിന്ദുവാണ്. 12 വർഷമായി ഞാൻ ഭവനത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അത് നടന്നതിനെക്കുറിച്ച്, സാക്ഷ്യം ലഭിച്ചതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത് 2022 ഓഗസ്റ്റ് മാസത്തിലാണ്. എന്നെ ഒരു ഫ്രണ്ടും ഫാമിലിയാണ് എന്നെ ഇവിടെ ആദ്യമായി കൊണ്ടുവന്നത്. പിന്നെ അടുത്ത മാസം 2022 സെപ്റ്റംബർ 19 വന്ന് ഉടമ്പടി എടുത്തു. ഒരു ഭവനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും വസ്തുവൊക്കെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഒരു ബിസിനസ്സൊക്കെ നടത്തി അത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ കുടുംബത്തിൽ അമ്മ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം മരണത്തിന് വന്നപ്പം എല്ലാം കൂടെ പറഞ്ഞു, കുടുംബ വീട്ടിൽ താമസിച്ചോ, നിങ്ങൾക്ക് ആ 5 സെൻറ്റും വീടും കൂടെ എഴുതി തരാമെന്ന് പറഞ്ഞു. പക്ഷേ 6 മാസത്തിനൊക്കെ എഴുതി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ 6 വർഷവും 12 വർഷം കഴിഞ്ഞിട്ടും നടന്നില്ല. ആ സമയത്താണ് ഈ ഫ്രണ്ട് എൻ്റെ കടയിൽ വരികയും എന്നോട് കൃപാസനത്തെക്കുറിച്ച് പറയുകയും ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ആ വീടും വസ്തുവും എഴുതി തന്നു. അത് ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പരിശുദ്ധ ഉപ്പ് വിതറി. അങ്ങനെ അപ്പം ആ വീടും വസ്തുവും എഴുതി തരണമെന്നുണ്ട്. ആദ്യം അവർ പറഞ്ഞു, സഹോദരങ്ങൾ പറഞ്ഞ് മൊത്തത്തിൽ നമുക്ക് വിറ്റിട്ട് നിനക്ക് ഓഹരി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വീടും വസ്തുവും തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വസ്തു വിൽക്കാനായിട്ടുള്ള ആളിനെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ചേച്ചിയോട് പറഞ്ഞു, അങ്ങനെ ഒരു കൊച്ച് വസ്തു മേടിക്കാനായിട്ട് വന്നു. അങ്ങനെ അത് എനിക്ക് 5 സെൻറ്റും വസ്തു എഴുതിയിട്ട് ബാക്കി ആ കൊച്ചത് വാങ്ങിച്ചു. 2022 സെപ്റ്റംബർ 19 എഴുത്തും നടന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പം ആ കൊച്ച് ലോൺ എടുക്കാനോ എന്തുമായിട്ട് ചെന്നപ്പം അതിൻ്റെ മുൻപ്രമാണം ഒറിജിനൽ അല്ല എന്നും പറഞ്ഞ് അതിന് ആ വസ്തു വേണ്ട, അത് തിരിച്ചെഴുതണമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി.
അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ തന്നെ പിന്നെ അത് എൻ്റെ ബ്രദറ് തിരിച്ചു വാങ്ങി. അത് അവിടെ അമ്മയാണ് അവിടെ ആ കൊച്ചായിട്ട് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അല്ലെങ്കിൽ ഒരിക്കലും അത് നടക്കത്തില്ല. പിന്നെ ഞങ്ങൾ അന്നേരം ആ വീട് പഴയ വീടായിരുന്നു, ഞങ്ങളുടെ കുടുംബ വീട് പഴയതാണ്. അപ്പം ഞങ്ങൾക്കൊരു വീട് വേണം ആഗ്രഹിച്ചു. അങ്ങനെ പൈസയൊന്നും ഇല്ല, പക്ഷേ ഞങ്ങൾ ആ വീടും വസ്തുവും പണയം വെച്ച് 10 ലക്ഷം രൂപ ലോൺ എടുത്ത് 1 വർഷത്തിന് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് 1 വർഷത്തിനകം തന്നെ ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റി. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, കൃപാസനം ഗ്രൂപ്പെന്നും പറഞ്ഞ്. ഇവിടെ വന്ന് 1000 മണി കൊന്ത മേടിച്ച് കൊണ്ടുപോയി ഞങ്ങളെല്ലാ മാസവും അത് ഇത് ചൊല്ലാറുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. ആദ്യം ഞങ്ങൾ 10 പേര് ആയിരുന്നു ആ ഗ്രൂപ്പിലുള്ളത്. ഇപ്പം 150ഓളം പേര് ആ ഗ്രൂപ്പിലുണ്ട്. ഒരു വീട് ഞങ്ങൾക്ക് അതിനായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ കൊച്ച് തന്നിട്ടുണ്ട്. എല്ലാ മാസവും ഞങ്ങൾ ജപമാല ചെല്ലാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് എല്ലാ മാസവും ഞങ്ങളാൽ കഴിയുന്ന എല്ലാവരും പൈസ എടുത്ത് ആ വീടുകളിൽ കൊണ്ടു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ജില്ലാ ആശുപത്രിയിൽ ആഹാരം കൊണ്ടു കൊടുക്കാറുണ്ട്. പിന്നെ പത്രം എല്ലായിടവും കൊടുക്കും. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു, വിഷമമായിരുന്നു. ഇപ്പം നല്ലതുപോലെ എല്ലാം പെട്ടെന്ന് തന്നെ കൊടുത്ത് തീർക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. പിന്നെ എന്നും ഞാൻ ജപമാല ചൊല്ലും. ഇനി മാസത്തിൽ ഞങ്ങൾ 4.5 മണിക്കൂറായി 1000 മണി കൊന്തയെന്ന് പറയുന്നത് 4.5 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ചൊല്ലുന്നത്, ഒറ്റ ഇരിപ്പിലിരുന്ന്. ആദ്യം 20 പേർക്ക് ഒരുമിച്ചേ ചൊല്ലാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരല്ലാത്ത ജപമാലയൊക്കെ വെച്ച് ഞങ്ങൾ 10-30 പേരോളം കാണും. അങ്ങനെ എല്ലാ മാസവും മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്. അത് ഇവിടുന്ന് 1000 മണി കൊന്ത തന്നത് ഞങ്ങൾക്ക്. അങ്ങനെ ഇതിനെല്ലാം അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെയും അടുത്തുള്ളവരെയൊക്കെ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ നടന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനും രോഗസൗഖ്യം ഉണ്ടായി. ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും സഹായിച്ച് കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ എന്നും സ്ഥിരം ബൈബിൾ വായിക്കും, അച്ഛൻ്റെ ടോക്ക് കേൾക്കാറുണ്ട്. പിന്നെ ചൊവ്വാഴ്ചത്തെ അതെനിക്ക് ഒരു കടയുണ്ട്, അതുകൊണ്ട് ആ സമയത്ത് കേൾക്കാൻ പറ്റില്ലെങ്കിലും ചില സമയത്തൊക്കെ ഞാൻ അന്നേരം തന്നെ കേൾക്കും. അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴെല്ലാം കേൾക്കും. ദിവസേനയുള്ള ഇന്നത്തെ രാവിലത്തെ പ്രാർത്ഥന കേൾക്കും. രാവിലെ 5:30 മണിക്ക് തന്നെ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. 2-3 വട്ടം സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. വീട്ടിനകത്തും എൻ്റെ കടയിൽ വെച്ചും എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അമ്മയെ. ഇനിയും അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹത്തെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വചനമാണ്. ദൈവം ദിവസവും പുതുക്കുന്ന ഒരു കൃപ നൽകുന്ന ഒരു ദൈവമാണ്. നമ്മുടെ പരാജയത്തിലും ദുഃഖത്തിലും ഒന്നും കൃപ തീർന്നിട്ടില്ല. ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. കൃപയാണ് നമ്മെ നിലനിർത്തുന്നത്. ഭാവിയെക്കുറിച്ച് ഭയപ്പെടുമ്പോൾ നാളേക്കുള്ള കൃപയും ദൈവത്തിന് നമുക്കായിട്ട് കരുതിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുറവുകൾ നോക്കാതെ ഈശോയിലുള്ള നിറവുകൾ നോക്കുമ്പോൾ, നമ്മുടെ മനസ്സ് തളരുമ്പോൾ ആശ്വാസത്തിൻ്റെ കൃപ, പാപബോധം വരുമ്പോൾ ക്ഷമയുടെ കൃപ, മുന്നോട്ട് പോകാൻ ഭയം തോന്നുമ്പോൾ ധൈര്യത്തിൻ്റെ കൃപ, ഈശോയിലാണ് ദൈവത്തിൻ്റെ മുഴുവൻ നിറവും നമുക്ക് ലഭിക്കുന്നത്. ആ നിറവിലേക്കാണ് പരിശുദ്ധ അമ്മ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിലുള്ള കൃപാസനം അമ്മ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ആ നിറവിലാണ് നമ്മളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു തരുന്നത്. പരിശുദ്ധ അമ്മ ഈശോയുടെ നിറവിലേക്ക് നയിക്കുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ തകർന്നിരിക്കാം, ഒരുപക്ഷെ കൃപ എപ്പോഴും ഒഴുകുന്നു നമ്മളിലേക്ക്. പ്രാർത്ഥിക്കാൻ പോലും ശക്തിയില്ലായിരിക്കാം, പക്ഷേ പരിശുദ്ധ അമ്മയാണ്, കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയുള്ള ഒരു കൃപയുടെ ഒരു വലിയ സാക്ഷ്യമാണ് അംബിക എസ് എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകൾ പറഞ്ഞത് 12 വർഷത്തോളം വിൽക്കാൻ പറ്റാത്ത ഒരു വീടില്ലായിരുന്നു, ഒരു സ്ഥലമില്ലായിരുന്നു. ബിസിനസ് തകർന്ന നിമിഷങ്ങളിലാണ് എല്ലാം പോയി എന്ന് കരുതിയപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് ഏതോ ഒരു കൂട്ടുകാരിൽ കൂടിയാണ് കൃപാസനം അമ്മയെ പറ്റി അറിഞ്ഞത്.
ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി എടുത്ത് 5 ദിവസമായപ്പോൾ തന്നെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റമാണ് വന്നത്. 12 വർഷം നടക്കാത്ത കാര്യമാണ്. വെറും ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ 5 ദിവസത്തെ ആദ്യത്തെ ഉടമ്പടി എടുത്ത് 5 ദിവസത്തിനുള്ളിൽ തന്നെ ആ വീടും വസ്തുവും എല്ലാം എഴുതി കിട്ടിയത്. അതും ഒരു പ്രത്യേക ഇടപെടൽ കൂടെ. ആദ്യം സഹോദരങ്ങൾ പറഞ്ഞു എല്ലാം മൊത്തമായിട്ട് വിറ്റ് നമുക്കതിൻ്റെ കാശെടുത്ത് വീതിക്കാമെന്ന്. പിന്നീട് പറഞ്ഞു വേണ്ട, പെങ്ങൾക്കുള്ള കൊടുത്തിട്ട് ബാക്കി വിൽക്കാം, ആളിനെ നോക്കാൻ പറഞ്ഞു. ഇതൊരു പ്രത്യേക അമ്മയുടെ ഇടപെടലായിട്ടാണ് ഈ സഹോദരി കാണുന്നത്. കാരണം ആദ്യം 5 സെൻറ്റ് ആൾക്ക് എഴുതി കൊടുത്തു, പിന്നീട് ബാക്കിയുള്ള സ്ഥലം വിറ്റു. ആ വിറ്റ് കഴിഞ്ഞപ്പോഴുള്ള പ്രതിസന്ധികൾ, അതായത് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും എല്ലാം കറക്റ്റ് അല്ല എന്നും പറഞ്ഞ് വീണ്ടും ആ സ്ഥലമെല്ലാം തിരികെ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഈ മകളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും നേരിട്ട് അങ്ങനെ ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത്. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് സാധ്യമാക്കി തരുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയാണ് 12 വർഷത്തിന് ശേഷം ഈ മകൾക്ക് ആ വീടും വസ്തുവും കിട്ടിയത്. ഭവനം എന്നൊരു വലിയ സ്വപ്നമായിരുന്നു. 1 വർഷം കൊണ്ടാണ് ഒരു നല്ലൊരു വീടുണ്ടാക്കി ആ വീടിൻ്റെ ഭവന കൺസ്ട്രക്ഷനും കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചത്. കൃപാസനത്തിലെ അമ്മയുടെ അടുത്ത് വന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും നമ്മൾക്ക് അതിനുള്ള യോഗ്യത ഇല്ലായിരിക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മൾ ഉടമ്പടി സത്യസന്ധമായിട്ട് ജീവിക്കുവാന്ന് ദൈവത്തിന് തോന്നുന്നെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ വരുന്ന ദൈവമാണ്. കൃപയ്ക്ക് മേൽ കൃപ ചൊരിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളതെന്നാണ് ഈ സാക്ഷ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ശൂന്യമാണെന്ന് തോന്നുമ്പോൾ ദൈവത്തിൻ്റെ നിറവും മതി നമുക്ക്. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മ നമ്മെ വിശ്വാസത്തോടെ നയിക്കുന്നത് ആ നിറവിലേക്കാണ്. നമുക്കും ആ അമ്മയോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. പിന്നീട് ഈ മകൾ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. അവരുടെ ഒരു ഉടമ്പടി ഗ്രൂപ്പാണ്, കൃപാസനം ഗ്രൂപ്പാണ്. ആ ഒരു ഗ്രൂപ്പിൽ എല്ലാ മാസവും വന്ന് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കും. ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഗ്രൂപ്പിൽ കൂടിയാണ് അവർ സഹായം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. 4 മണിക്കൂർ പ്രാർത്ഥനയാണ് ഓരോ മാസവും വന്ന് ചെല്ലുന്നത്. പ്രാർത്ഥിക്കുന്ന മാത്രമല്ല, ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മൾ പറയാറുണ്ട്, ഉടമ്പടി പ്രാർത്ഥനകൾ വെറും ചൊല്ലുന്നത് മാത്രമല്ല ചെയ്യുന്നതും കൂടിയാണ്. 4 മണിക്കൂറിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവർ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഗ്രൂപ്പായിട്ട് അവർ പുറത്തേക്ക് പോകുന്നത്. ഇതാണ് ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണെന്നാണ് എഫെസ്യസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 8-ാം വചനം പറയുന്നത്. നമ്മൾക്കും വിശ്വാസത്തിൽ ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെയും ഈശോയുടെ അമ്മയുടെയും കരം പിടിച്ച് നമ്മുടെ ജീവിതവും മുന്നോട്ട് നയിക്കാം. ഈ അംബികയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ. എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി. ഈ അൾത്താരയിൽ കയറ്റി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കിയതിന് എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി. നമ്മൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2004 ഏപ്രിൽ 29-ാം തീയതിയാണ്. എൻ്റെ പേര് സുരേഷ്. തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യ സ്വപ്ന, എൻ്റെ 2 മക്കൾ, എൻ്റെ അമ്മ. ആദ്യമായി ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത് 2024 ഏപ്രിൽ 29-ാം തീയതിയാണ്. ഇവിടെ വരാനുണ്ടായ ഒരു കാരണം, എനിക്കൊരു പത്രം എൻ്റെ ഒരു സുഹൃത്ത് തന്ന് അതുവഴിയാണ് ഞങ്ങളിവിടെ വന്നത്. എൻ്റെ വൈഫാണ് ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ല, ദുബൈയിലായിരുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞങ്ങളൊരു വീട് പണി തുടങ്ങി, അതിൻ്റെ പകുതി വച്ച് സാമ്പത്തികമായ ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് നിർത്തേണ്ടി വന്നു. പിന്നെ ദുബൈയിൽ വെച്ച് എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ വൈഫ്. ഞാൻ 1 വർഷം ആ കമ്പനിയിൽ ജോലി ചെയ്തോളൂ. അപ്പോഴത്തേക്കും ആ കമ്പനിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു. വേറൊരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്ത് 8 ദിവസമായപ്പോഴത്തേക്കും ആ കമ്പനിയിൽ വെച്ച് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വീഴുകയും എൻ്റെ നട്ടലിന് ചെറിയ 2 പൊട്ടൽ സംഭവിക്കുകയും വലത് കാലിൻ്റെ ഉപ്പുറ്റി
നന്നായിട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോഴെനിക്ക് നാട്ടിൽ വരാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തതേ ഉള്ളൂ, റിസൈൻ ചെയ്തില്ല, റിസൈൻ അവരെ തന്നില്ല. അപ്പോഴാണ് ഞാൻ അടുത്ത കമ്പനിയിൽ കയറുന്നത്. ആ കമ്പനിയിൽ എനിക്ക് വിസ അടിച്ചതുമില്ല. അപ്പോൾ രണ്ടും അല്ലാത്തൊരു പരുവത്തിൽ ഞാൻ വീഴുകയും ചെയ്തു. പരിശുദ്ധ അമ്മ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. 4 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവർ 2 ദിവസം ആയപ്പോൾ തന്നെ ഞാൻ കയറിയ കമ്പനി എൻ്റെ കൂടെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. എന്നെ വഴിയിലാക്കുമോ ഇവർ, നാട്ടിൽ വിടുമോ, എന്താണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ കാലിന് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ 3-ാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, അമ്മയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ണ് തുറന്ന് നോക്കി. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വിൻഡോ ഉണ്ടായിരുന്നു. ഞാൻ അതുവരെ 3 ദിവസം കിടന്നിട്ട് ആ വിൻഡോ ഞാൻ കാണുന്നില്ല. ആ വിൻഡോയിലൊരു കർട്ടൻ ഉണ്ടായിരുന്നു, അത് മഴവില്ലാണ് ആ കർട്ടൻ. അപ്പോഴെനിക്ക് ബോധ്യമായി അമ്മ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ 2 ദിവസം റൂമിൽ വന്നിട്ട് 6-ാമത്തെ ദിവസം എന്നെ അവിടുന്ന് അവർ കമ്പനി തന്നെ എല്ലാ ആനുകൂല്യങ്ങളും തന്ന് 8 ദിവസം എനിക്ക് ജോലി ചെയ്യാൻ ചെയ്തുള്ളൂവെങ്കിലും അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ അവരെന്നെ നാട്ടിൽ വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വീട് പണി അന്നേരം തുടങ്ങി പകുതി വഴിയിൽ നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. ഞാൻ നാട്ടിൽ വന്ന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടിൽ വന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ അതിന് മുമ്പ് ഒരു ലോൺ ഉണ്ടായിരുന്നു. ആ ലോൺ നാട്ടിൽ വന്ന് ക്ലോസ് ചെയ്യാൻ പറ്റി എനിക്ക്. അതും അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ആ ലോൺ എനിക്ക് അതിന് മുമ്പ് ആ ലോൺ എടുത്ത ബാങ്കിൽ തന്നെ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയും ഞാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ ചിട്ടി 2 ചിട്ടിയായിട്ടും ഞങ്ങളെ അറിയിച്ചില്ല ബാങ്ക് ഇങ്ങനെ ചിട്ടി തുടങ്ങി. ആദ്യത്തെ ഒരു ചിട്ടിയുടെ പൈസ അടച്ചായിരുന്നു. 3-ാമത്തെ ചിട്ടി ആവണ ടൈമിന് ബാങ്ക് വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ 2-ാമത്തെ ചിട്ടിയുടെ പൈസയും തരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആക്സിഡൻ്റായി നാട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മളെ നിങ്ങൾ അറിയിച്ചില്ല, ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഈ ലോണും ചിട്ടിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ചിട്ടി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അമ്മ മാതാവ് ഒരു ബോധ്യം എനിക്ക് തന്നു, എന്തിന് നീ വിഷമിക്കണം, നീ ധൈര്യമായിട്ട് പോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ 3-ാമത്തെ ചിട്ടിയുടെ പൈസ അടച്ച് ഞാൻ ബാങ്കിൽ പോയി. എൻ്റെ വൈഫ് പോയി. 3-ാമത്തെ ചിട്ടി ഞങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോഴേ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ പണി അങ്ങനെ നിന്നപ്പോൾ വീണ്ടും അമ്മമാത ബോധ്യം തന്നു, നിങ്ങൾക്ക് ഗോൾഡ് ഉണ്ടല്ലോ കയ്യിൽ, പിന്നെ എന്തിനാണ് നിങ്ങൾ വിഷമിക്കുന്നത്. ഓരോരോ അനുഗ്രഹങ്ങൾ അമ്മ ഇങ്ങനെ തന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ വീട് പണി അതിമനോഹരമായ, എല്ലാവരും സാക്ഷ്യം പറയും പോലെ തന്നെ മനോഹരമായ ഒരു വീട് പണിയാൻ പറ്റി. കഴിഞ്ഞ മാസം 26-ാം തീയതി ഞങ്ങളുടെ വീട്ടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഹൗസ് വാമിങ്ങിനും ഒരു പ്രത്യേകതയുണ്ട്. ഡേറ്റ് ഞാൻ മാത്രമാണ് പോയി ഡേറ്റ് എടുത്തത്. ഡേറ്റ് എടുത്തിട്ട് എൻ്റെ വൈഫിനോടോ വീട്ടിലുള്ള ആരോടോ ഞാൻ പറഞ്ഞില്ല. ഇവിടെ വന്നു അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആണ്, അമ്മയും ഈശോപ്പനും എൻ്റെ വീട്ടിൽ അന്നേ ദിവസം ഉണ്ടാവണം, കാനായിലെ കല്യാണ വിരുന്ന് പോലെ ഗംഭീരമാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത്. അതുപോലെ അമ്മയുടെ പ്രസൻസ് അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആകാശത്ത് നിന്ന് ഒരു പ്രകാശം എൻ്റെ വീട്ടിലേക്കും ഞങ്ങളിലേക്കും അടിച്ചു. അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വീണ് ഇവിടെ SP പോർട്ട് ഹോസ്പിറ്റൽ ട്രിവാൻഡ്രത്താണ് എൻ്റെ ചികിത്സ നടന്നത്. അതിൻ്റെ ഭാഗമായി ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൈക്കുള്ളിൽ മഴവില്ല് വന്നു. അതിൻ്റെ ഫോട്ടോയും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നു. അത് കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി കാലിലിട്ടിരുന്ന പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞ ടൈമിന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഹോസ്പിറ്റലിൽ ഡോക്ടർ നടന്ന് കാണിക്കാൻ പറയുകയാണെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ നടക്കും, ഇല്ലെങ്കിൽ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് മാത്രമേ ഞാൻ കാല് കുത്തുവെന്ന് ഉണ്ടായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ മുമ്പിൽ ഒന്ന് കാല് കുത്തി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ വന്ന് കൃപാസനത്തിലാണ് ഞാൻ കാല് കുത്തിയത്. എൻ്റെ അമ്മയുടെ അനുഗ്രഹം. 1.5 മാസം മാത്രമേ ഈ കാലിൻ്റെ ഉപ്പൂറ്റിക്കാല് തവിട് പൊടി പിരിന്നു പോയ കാല് ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി അന്ന് തന്നെ ഇവിടെ കാല് കുത്തി നടന്നു. അതിനുശേഷം എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ലാതെ സുഖമായിട്ട്, നട്ടെല്ലിന് 2 ചെറിയ പൊട്ടലുണ്ടായിരുന്നു, എൻ്റെ കാല് പൊടിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ
ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ 1.5 മാസത്തെ ചികിത്സ കഴിഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങി. ചെറിയ കാലിനൊരു ചെറിയ നീരുണ്ട്, അത്രയേ ഉള്ളൂ. അതും അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തരുമെന്ന് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. പിന്നെ എൻ്റെ വൈഫ് ബാക്കി സാക്ഷ്യങ്ങൾ പറയും. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഞങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന്. ഒരുപാട് രോഗസൗഖ്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുക വഴി ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് അമ്മയ്ക്ക് ലിഗമെൻ്റ് വലിഞ്ഞിട്ട് വളരെ പ്രയാസമായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ ഭാരമുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല, ബെൽറ്റ് ഇട്ടേക്കണമെന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ വിശുദ്ധ തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു കുഴപ്പമില്ലാതെ അമ്മയ്ക്ക് ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. അതിനും അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ട് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ആ പ്ലാവ് ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ വൈകുന്നേരം സായന പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ജപമാല ജപമാല ചൊല്ലി തീർന്നതും ആ പ്ലാവ് ആരോ പിടിച്ച് മാറ്റിയതുപോലെ, ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് വേറൊരു വീടും ഉണ്ട്, ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ അത് പിടിച്ച് മാറ്റിയിട്ട പോലെ അമ്മ മാതാവ് മാറ്റി തന്നു. അതിനും അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലും ഓട്ടോ സ്റ്റാൻഡിലും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഒരുപാട് പേര് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങളൊരു വൃദ്ധസദനം സന്ദർശിക്കാറുണ്ട്. അവിടെ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ വീട് പാലുകാച്ചൽ ഈ ജനുവരി 26-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുപോയി ഞങ്ങൾ തന്നെ വിളമ്പി കൊടുത്തു. പിന്നെ ഒരു ഇടിമിന്നൽ, ഞാനൊരിക്കൽ ഷീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു വലിയ ഇടിമിന്നലുണ്ടായി. ഷീറ്റ് അടിക്കുന്ന മെഷീൻ്റെ അടുത്തായിട്ട് അതൊന്ന് പതിക്കുകയും ചെയ്തു. പക്ഷേ അമ്മ മാതാവിൻ്റെ വലിയ കൃപയാൽ ഞാനും വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. വലിയൊരു സംരക്ഷണം ലഭിച്ചു. അതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേൾക്കുകയും രാവിലത്തെ പ്രതിഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും എല്ലാം ഞങ്ങൾ ഒരുമിച്ചാണ് ചൊല്ലുന്നത്. ധ്യാനം കേൾക്കുകയും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അമ്മ മാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പരിപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91:11-12 വചനങ്ങളാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഉടമ്പടി ജീവിതം, നമ്മുടെ ജീവിത വഴികളിൽ നമ്മളെ കാത്തു പരിപാലിക്കുന്ന, നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ള എന്ന വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. നമ്മുടെ ജീവിത വഴികൾ ദൈവത്തിൻ്റെ കൺമുൻപിലാണ്. എല്ലാ വഴികളിലും, അതായത് സന്തോഷത്തിൻ്റെ ആയാലും ദുഃഖത്തിൻ്റെ ആയാലും കഷ്ടതകളുടെ വഴികളിലായാലും ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്നു. ദൈവം നമുക്ക് നമ്മുടെ കാലുകൾ തട്ടാതെ നമ്മൾ ചുമക്കുന്ന ഒരു ദൈവമാണെന്നാണ് ഈ മക്കളുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യമായിട്ട് കൃപാസനത്തിൽ കാലുകുത്തിയപ്പോൾ വളരെ ബുദ്ധിമുട്ടിയ ഒരു സന്ദർഭത്തിലാണ് ഇവിടെ വന്നത്. ജോലി പ്രശ്നങ്ങളും പകുതി തീർത്ത കുടുംബ ഭവനവും അങ്ങനെ കുറേ പ്രശ്നങ്ങളുമായിട്ടാണ്, പ്രശ്നങ്ങളുടെ ഒരു ഭാരം ചുമന്നുകൊണ്ടാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തത്. പിന്നീട് നമ്മൾ കേട്ടത് ഇവിടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ സമയവും ഈശോയും അമ്മയും കൈപിടിച്ച് ഇവരെ മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ്. അക്രൈസ്തവരായ മക്കളുടെ വിശ്വാസപരമായ ജീവിതം നമ്മൾ കേൾക്കുമ്പോൾ അവരുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് അവരുടെ വിശ്വാസ ജീവിതം നമ്മൾക്ക് മനസ്സിലാകുന്നത്. ആക്സിഡൻറ്റ് വന്നപ്പോൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു എന്ന സമയത്ത് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്തതും പുതിയ ജോലിക്ക് ചേർന്നതും എങ്ങുമില്ലാത്ത എത്തപ്പെടാത്ത ഒരു നിമിഷമാണ്. അവിടെയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ഇവർ പ്രാർത്ഥിച്ചു. വിശ്വാസം നഷ്ടപ്പെടാതെ ജോലി പോയി എന്ത് ചെയ്യുക എന്നൊന്നുമല്ല, ഈ മകൻ അമ്മയുടെ കരങ്ങളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് 8 ദിവസം മാത്രം ഒരു കമ്പനി ജോലി ചെയ്യുന്നത്
ഏതൊരവസ്ഥയിലും അവരെ സഹായിക്കാൻ സാധ്യത കുറവുള്ള അവസ്ഥയാണ്. എന്നിട്ടും പരിശുദ്ധ അമ്മയാണ് അവിടെ ചെന്ന് സഞ്ചാരി മാതാവിൻ്റെ രൂപത്തിൽ ഈ മകൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും എല്ലാ പ്രൊസീജിയേഴ്സും നടത്തി നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയും ചെയ്ത് പിന്നീട് ആ ജോലിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആ കഷ്ടപ്പാടിൻ്റെ നടുവിലാണ് അമ്മ വേറൊരു അനുഗ്രഹം ഇവർക്ക് കൊടുക്കുന്നത്. കയ്യിലൊന്നുമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ഫൈനാൻസിൽ ഒരു രീതിയിലും ഇവർക്ക് മുന്നോട്ട് പോകാത്ത അവസ്ഥയിലാണ്. പെട്ടെന്നൊരു ചിട്ടി എടുക്കുകയും മനസ്സിൽ പറയുന്ന ഓരോ നിമിഷവും അമ്മയുമായിട്ടൊരു നല്ലൊരു ബന്ധമാണ്, ഒരു ആത്മീയ ബന്ധം, എല്ലാം ചോദിച്ചും പറഞ്ഞിട്ടുമാണ് ഈ മകൻ ചെയ്യുന്നത്. അങ്ങനെ അമ്മയോട് എല്ലാം പറഞ്ഞപ്പോൾ ചിട്ടി വേണോ വേണ്ടയോ ഒക്കെ മുന്നോട്ട് പോട്ടെ, വീണ്ടും എടുത്തു. ആ ചിട്ടി വീണു, ലോൺ അടച്ചു. പിന്നെ ഭവനം വീടുന്ന ആ സമയത്ത്, ഒന്നാമത് ആക്സിഡൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഭവനം എങ്ങനെ നിർമ്മിക്കാൻ സാധിക്കും, ഈശോയും അമ്മയും ഏറ്റെടുത്തു ആ പണിയും. അങ്ങനെയാണ് ഒരു ഭവനം പണിത് ഇവിടെ വന്ന ആ മകന് ആദ്യം ഇവിടെ വന്ന അമ്മയോടാണ് ചോദിച്ചത്, അമ്മയെ ഡേറ്റ് എന്നാണ് ഇടേണ്ടത്. ഓരോ കാര്യത്തിലും തുടർച്ചയായിട്ടൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ഒരു സ്വന്തം അമ്മയോട് ചോദിക്കുന്ന പോലെയാണ് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് ചോദിച്ചത്. പ്രാർത്ഥിച്ചു, ആ മകൻ പോയി. അങ്ങനെയാണ് അമ്മയെ വിളിച്ചു. ഭവനത്തിൻ്റെ പാലുകാശ്, അതായത് ഇനാഗുറേഷൻ ഡേ, അമ്മയും ഈശോയും വരണമെന്ന് പറഞ്ഞ് അവരെ വിളിച്ചിട്ടാണ് വീട്ടിൽ ചെന്ന് പറഞ്ഞ ഡേറ്റ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ വളരെ മനോഹരമായ ഒരു വീട്, അതിൻ്റെ മുകളിലേക്കാണ് ആ ഫോട്ടോയിൽ കണ്ട പ്രകാരം ആകാശത്തു നിന്നും വലിയൊരു ലൈറ്റ്, അതായത് വലിയൊരു പ്രകാശമാണ് ആ വീടിൻ്റെ മുകളിലോട്ട് വരുന്നത്. അതിവർക്കറിയത്തില്ലായിരുന്നു. ഫോട്ടോ എടുത്ത ആളാണ് ആ ക്യാമറയിൽ പതിഞ്ഞതാണ്. ആ വീടിൻ്റെ മുകളിലോട്ട് വരുന്ന ഒരു വലിയൊരു പ്രകാശം. അത് വെറുതെ അല്ല, ഈ മകൻ ആഗ്രഹത്തോടെ ഈശോയും അമ്മയും വിളിച്ചിട്ട് പോയതാണ്, ഈശോയും അമ്മയും വരണമേ എന്ന്. അങ്ങനെയാണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ആ വീടിൻ്റെ മുകളിൽ വളരെ വ്യക്തമായിട്ട് ആ ക്യാമറയിൽ പതിഞ്ഞത്. ഇതാണ് മക്കളെ ഉടമ്പടി മക്കളുടെ ജീവിതം. ഈശോയുടെ അമ്മയുടെ നമ്മുടെ വിഷയബന്ധിതമല്ലാതെ ആത്മാർത്ഥമായിട്ടൊരു ബന്ധം പുലർത്തുമ്പോൾ ഈശോയും അമ്മയും നമ്മെ ഒരിക്കലും കൈവിടില്ല, നമ്മുടെ കൂടെ നിൽക്കും. ആ സാന്നിധ്യമാണ് നമ്മൾക്ക് മനസ്സിലാകുന്ന ഓരോ രീതിയിൽ ഓരോ സമയവും ഈശോയും അമ്മയും കൈപിടിച്ച് നടത്തുന്ന മക്കളാണെന്ന് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അമ്മയും ഈശോയും കൂടെ ചേർന്ന് നിന്ന് ആ ഭവനത്തെ അനുഗ്രഹിച്ചത്. പിന്നീട് ഈ മകൻ ഹോസ്പിറ്റലായിരുന്നപ്പോൾ തന്നെയും മകനൊരു പ്രതീക്ഷ കൊടുത്തു. അമ്മ കൂടെയുണ്ട് മോനെ, നീ പേടിക്കണ്ട. കൈയുടെ മുകളിലോട്ട് ഒരു നല്ലൊരു മഴവില്ല്, അത് നല്ല ക്ലിയറായിട്ട് ബ്രൈറ്റായിട്ട്, സിമ്പിൾ ലൈറ്റ് അല്ല, ഓരോ കളറും ക്ലിയറായിട്ടാണ് ആ മകൻ്റെ കയ്യിൽ പതിഞ്ഞിരിക്കുന്നത്. ഒരു റെയിൻബോ മഴവില്ല്. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. അമ്മ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഉടമ്പടിയിലാണ്. ഇതാണ് ഉടമ്പടി മക്കളുടെ ജീവിതം. ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. തകർച്ചകളാകാം, ബുദ്ധിമുട്ടുകളാകാം, വിഷമങ്ങളാകാം, രോഗാവസ്ഥകളാകാം, ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉടമ്പടിയിലാണ്. അമ്മയോട് പറഞ്ഞാൽ മാത്രം മതി. ഈശോയോടാണ് അമ്മ ചെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാനായിട്ട് നമ്മുടെ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് അമ്മയുടെ ലെഗമെൻറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പ്രായം ചെന്ന അമ്മയാണ്. ആ ലെഗമെൻ്റ് ഈ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉപ്പും മാത്രം ഉപയോഗിച്ചാണ് ആ പ്രശ്നവും ശരിയായത്, രോഗസൗഖ്യം കിട്ടിയത്. പിന്നെ ഉണ്ടായിരുന്ന നാച്ചുറലായിട്ടുള്ള മരത്തിൻ്റെയും ലൈറ്റണിങ്ങും എല്ലാം, ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സംരക്ഷണമാണ് ഇവിടെ ജീവിതത്തിൽ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് കാവലായിരിക്കാൻ നമ്മൾക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷണത്തിൻ്റെ വഴിയിൽ നയിക്കുന്ന അമ്മയാണ്. അമ്മയോടാണ് നമ്മുടെ ഈശോയുടെ സാന്നിധ്യം മനസ്സിലാക്കാനും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. നമുക്കും ഈ സന്നിധിയിൽ നിന്ന് ഈശോയിലും അമ്മയിലും നമുക്ക് നമ്മുടെ സുരക്ഷയും സമാധാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ എല്ലാ വഴികളിലും ഈശോയുടെ സംരക്ഷണത്തിൽ നമ്മെ നിലനിർത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വപ്നയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ചിഞ്ചു ജേക്കബ്, ഇതെൻ്റെ ഹസ്ബൻഡ് ടോംസി, ഞങ്ങളുടെ കുഞ്ഞ് ഒലിവിയ. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്നു. ഞങ്ങൾ അയർലൻഡിലാണ് ഞങ്ങൾ കുടുംബമായിട്ട്. ഞാൻ നേഴ്സാണ്, ഹസ്ബൻഡ് എൻജിനീയറാണ് അയർലൻഡിൽ. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂലൈ മാസത്തിലാണ്. ആ സമയത്ത് ഞാൻ അയർലൻഡിൽ പോകാനുള്ള പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞ് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കാണുകയും ഓൾറെഡി ഞാൻ എക്സാമിന് അവിടെ അയർലൻഡ് ആപ്റ്റിറ്റ്യൂഡ് എക്സാമിന് ഡേറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഹോൾ ടിക്കറ്റുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഉടമ്പടി എല്ലാം എടുത്തതിന് ശേഷം ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ എൻ്റെ ഹോൾ ടിക്കറ്റ് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയും
എനിക്ക് കാശുരൂപവും അതുപോലെ തന്നെ സൈത്ത് പൂശാൻ നെറ്റിയിൽ പുരട്ടി തരികയും ചെയ്തു. അയർലൻഡിലെ ആപ്റ്റ്യൂഡ് എക്സാം വളരെ പ്രയാസകരമാണ്. 14 സ്റ്റേഷനാണ് ആ എക്സാമിനുള്ളത്. അത് പാസ്സാകുക വളരെ ദുഷ്കരമാണ്. അതുപോലെ തന്നെ അവിടുത്തെ എക്സാമിനേഴ്സും വളരെ നമ്മളെ ജയിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ അവിടെ ചെന്ന് അച്ഛൻ്റെ ധ്യാനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമുണ്ട്. ഉടമ്പടി ഉപ്പ് അതിന് വളരെ ശക്തിയുള്ളൊരിതാണ്. അത് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ച് അത് നമ്മൾക്ക് വേണ്ട സ്ഥലത്ത്, ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. അതനുസരിച്ച് ഞാൻ കുറച്ചൊരു ഉപ്പ് ഒരു ടിഷ്യൂവിൽ കരുതിക്കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ എക്സാം സെൻറ്ററിൽ ചെന്ന് ആരും ചവിട്ടാത്തൊരു സ്ഥലം നോക്കി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അത് ഇട്ടതിന് ശേഷമാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. ആദ്യത്തെ 2-3 എക്സാമൊക്കെ എളുപ്പമായിരുന്നു. പിന്നീട് ഞാൻ ഒരുപാട് തെറ്റുകൾ കാണിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ മിസ്റ്റേക്കുകളൊക്കെ വരുത്തി. എന്നിരുന്നാൽ പോലും റിസൾട്ട് വന്നപ്പം ഞാൻ 14 സ്റ്റേഷനിൽ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും അനുഗ്രഹം വഴിയാണ് ഞാൻ എക്സാം പാസ്സായത്. അതിനുശേഷം ഞാൻ ജോലിയിൽ കയറുകയും ചെയ്തു. 5 മാസത്തിനുള്ളിൽ അയർലൻഡിലെത്തി 5 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ അയർലൻഡിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അവിടെ അയർലൻഡിലെ ഹസ്ബൻഡുമാർ സാധാരണ എത്തിക്കഴിഞ്ഞാൽ അവരുടെ പ്രൊഫഷനിലുള്ള ജോബ് കിട്ടാൻ വളരെ പ്രയാസമാണ്. സാധാരണ അവർ എന്തെങ്കിലും ഹൈപ്പർ മാർക്കറ്റുകളിലോ അവിടെ ഇങ്ങനെ സെയിൽസ്മാനായിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും നിൽക്കാറ്. എന്നാൽ ഇവിടെ വന്ന് ഹസ്ബൻഡ് അയർലൻഡിലേക്ക് വരുന്നതിന് മുന്നേയായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും ചെയ്തു. അന്ന് അച്ഛൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞായിരുന്നു, നീ അയർലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് വളരെ നല്ലൊരു ജോലി കിട്ടുകയും അതുപോലെ തന്നെ നീ വിചാരിക്കുന്നതിൽ കൂടുതൽ സാലറി ഉള്ളൊരു ജോബായിരിക്കും നിനക്ക് കിട്ടാൻ പോവുകയെന്ന്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അയർലൻഡിലെത്തി 3 മാസത്തിനുള്ളിൽ തന്നെ ഹസ്ബൻഡിന് അവിടുത്തെ വലിയൊരു കമ്പനിയിൽ എൻജിനീയറായി തന്നെ ജോബ് കിട്ടുകയും അത് അവിടെ അവർലി പേയ്മെൻ്റ് ആണ്. നേഴ്സായി എനിക്ക് കിട്ടുന്നതിൻ്റെ ഡബിളാണ് എൻ്റെ ഹസ്ബൻഡിന് അവിടെ ജോബിന് കിട്ടിയ സാലറി. അതൊക്കെ അമ്മമാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. ഞാൻ 2024 ഞങ്ങൾ ആദ്യത്തെ വെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും എനിക്ക് ആ സമയത്ത് ഞങ്ങൾ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ എല്ലാം നോർമലാണ്. പക്ഷേ PCODയുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, മരുന്നൊന്നും കഴിക്കേണ്ടതാണ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഒരുമിച്ച് നിന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് വിടുകയും പക്ഷേ എന്നാലും ഞങ്ങൾ 4 വർഷം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ദൈവം തന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരികയും 2024 നവംബർ മാസം ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും അച്ഛനെ വന്ന് കാണുകയും അച്ഛനോട് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഞങ്ങളുടെ കാര്യവുമായി മാതാവിൻ്റെ തിരുസന്നിധിയിൽ പോയി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ വന്ന് ഞങ്ങൾക്ക് കാശുരൂപം തന്നു. ഞങ്ങൾക്ക് 2 പേർക്ക് ഓരോ കാശുരൂപം തരികയും ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ കിടക്കുന്ന കട്ടിലിലെ പില്ലോയ്ക്കടിയിൽ വെച്ച് അത് ആ കാശുരൂപം സൂക്ഷിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ സൈത്ത് പൂശാനും തന്നു. അതുപോലെ തന്നെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അടുത്ത വർഷം നിങ്ങൾ കുഞ്ഞുമായി വന്ന് മാതാവിൻ്റെ അടുക്കൽ വന്ന് മാതാവിനോട് നന്ദി പറയണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് നവംബർ മാസം അവസാനം ഞങ്ങൾ തിരിച്ച് അയർലൻഡിലെത്തുകയും 3 മാസങ്ങൾക്ക് ശേഷം ജാനുവരിയിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. 2025 ഒക്ടോബർ 7-ാം തീയതി ഞങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. പ്രഗ്നൻസി ടൈമിലാണെങ്കിൽ 6.5 മാസം ഞാൻ നാട്ടിലോട്ട് വന്നില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നാട്ടിലോട്ട് വന്നത്. അപ്പം ഡെലിവറി എല്ലാം അവിടെ തന്നെയായിരുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ പോലെ ഓടിപ്പോയി ഡോക്ടേഴ്സിനെ കാണാൻ അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് അവർ തരുന്ന അപ്പോയിൻമെൻറ്റുകളിൽ മാത്രമേ ഉള്ളൂ പോയി കാണുക. അതുപോലെ തന്നെ ഒരു എമർജൻസി വന്നാൽ നമ്മൾ 8-10 മണിക്കൂർ നമ്മൾ ആ എമർജൻസി റൂമിൽ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മളുടെ ഇവിടുത്തെ പോലെ ഒരു ഹെൽത്ത് സിസ്റ്റമേ അല്ല അവിടെ. അപ്പം പ്രഗ്നൻസിക്കിടയ്ക്കിൽ തന്നെ എനിക്ക് ഇടയ്ക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടായി. ശ്വാസം മുട്ടൽ, പിന്നെ കുഞ്ഞിന് അനക്കക്കുറവ്, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. 6.5 മാസത്തെ സ്കാനിങ്ങിൽ അവിടെ വെച്ച് ചെയ്തപ്പോൾ കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം, അത് പ്ലാസൻ്റയിൽ നിന്ന് കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് കിട്ടുന്നത് ഉള്ള ഒരു പ്രോബ്ലം ഡോക്ടേഴ്സ് കണ്ടുപിടിച്ചു ആ സ്കാനിങ്ങിൽ. അതിനവർ പറഞ്ഞ പേര് പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻ എന്നാണ്. നേഴ്സായ എനിക്ക് അതിനെപ്പറ്റി അതെന്താണെന്നറിയാം. അപ്പോൾ അത് വളരെ വലിയൊരു പ്രോബ്ലമാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞ് കിടക്കുന്ന വെള്ളം അത് വേണ്ടത്ര ഇല്ലെന്നും പിന്നെ ആ മാസത്തിനുള്ള വളർച്ചക്കുറവ്, കുഞ്ഞിനുള്ള തൂക്കക്കുറവ് ആണെന്നും ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെച്ചാൽ ഇനിയുള്ള മാസങ്ങളിൽ എല്ലാ ആഴ്ചയിലും സ്കാനിങ് വേണമെന്നും ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ, അത് ചിലപ്പോൾ അടുത്ത മാസമാകാം. ആ ഡോക്ടറിനെ അന്ന് സ്കാൻ ചെയ്ത സമയത്ത് എനിക്ക് 29 ആഴ്ചയായിട്ടുള്ളായിരുന്നു. അപ്പോൾ നേഴ്സായി എനിക്കറിയാതെ ഒന്നും ആയിട്ടില്ല. കുഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന് വേണ്ടത്ര ഓക്സിജനോ അല്ലെങ്കിൽ എടുക്കാനുള്ള ലങ്സ് പോലും മെച്ചുറാകാത്തൊരു ടൈം പീരീഡാണത്.
അപ്പം ഞാൻ ആ ഡോക്ടറിൻ്റെ മുമ്പിൽ ഇരുന്ന് കരയുകയാണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ പോലെ നമ്മളെ ആശ്വസിപ്പിക്കുകയോ അങ്ങനെയൊന്നുമില്ല. അവർ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിന്ന് എന്നെ വീണ്ടും വീണ്ടും എന്നെ പറഞ്ഞ് പേടിപ്പിക്കുകയും ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടാണ് ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ച്, എൻ്റെ അമ്മയും ഓൾറെഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു, മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, നിൻ്റെയിൽ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം ഇല്ലേ, നീ അതെല്ലാം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ രാവിലെയും വൈകിട്ടും പ്രഗ്നൻസി അറിഞ്ഞതിന് ശേഷം എന്നും വയറിൽ കുരിശ് വരച്ച് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ അത് വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ ഞാൻ കഴിക്കുന്ന ഫുഡിനകത്ത് ഉപ്പിട്ട് മാതാവിൻ്റെ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിക്കുകയും പിന്നെ വൈകിട്ടത്തെ കുരിശുവര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി തേൻ നാക്കിൽ പുരട്ടി കുടിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ച് അടുത്ത ആഴ്ചത്തെ സ്കാനിങ്ങിന് ചെന്നപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് പറഞ്ഞ ഒരു പ്രോബ്ലവും ആ സ്കാനിങ്ങിൽ ഇല്ലായിരുന്നു. പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻസിയോ അല്ലെ ഫ്ലൂയിഡിലുള്ള ഒരു കുറവോ ഒന്നും തന്നെ ഇല്ല. അവർ പറഞ്ഞ കുഞ്ഞിന് തൂക്കം കുറവാണ്, എന്നാൽ അത് നോർമലായിട്ടുള്ളൊരു തൂക്കമാണ്. സാധാരണ അയർലൻഡിലുള്ള പിള്ളേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 കിലോ ആയിരിക്കും ഉണ്ടാകുന്ന പിള്ളേർക്ക്. അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുഞ്ഞിന് ആ 7 മാസത്തെ ഇതിൽ വലിയ വെയിറ്റിൽ 800 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവർക്ക് വലിയൊരു കുറവായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അത് ഇന്ത്യൻ ബേബീസിനും അയർലൻഡ് ബേബീസിനും തമ്മിലുള്ള വ്യത്യാസം മാത്രമാണെന്ന് അവർ പറയുകയും ചെയ്തു. പിന്നീടുള്ള തുടർച്ചയായി 1 മാസം കൂടെ ഞാൻ ആഴ്ചയിൽ സ്കാനിങ് ചെയ്യുകയും ആ മാസത്തിൽ ഒരു പ്രാവശ്യം പോലും ഒരു കുഴപ്പവും ആ സ്കാനിങ്ങിൽ ഒന്നും കാണുകയും ചെയ്തില്ല. അതിനുശേഷം പിന്നീട് അവരെനിക്ക് 2 ആഴ്ച കൂടുമ്പോൾ സ്കാനിങ് ആക്കുകയും ചെയ്തു. 8 മാസം ആയപ്പോഴത്തേന് അവർ പറഞ്ഞു ഇനി ആ 2 ആഴ്ചത്തെ സ്കാനിങ്ങും വേണ്ട, ഇനി ഡെലിവറിക്ക് മുന്നേ ആയിട്ട് ഒരു സ്കാനിങ് മാത്രം മതിയെന്ന് പറഞ്ഞ് അവരെന്നെ വിടുകയും 37 ആഴ്ച കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു സ്കാനിങ് കൂടെ ചെയ്യുകയും അതിനകത്ത് കുഞ്ഞിന് ആവശ്യമായ തൂക്കവും അതുപോലെ രക്തയോട്ടത്തിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. കുഞ്ഞിന് വേണ്ടത്ര ഫ്ലൂയിഡും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട, അങ്ങനെ ഒരു പ്രോബ്ലം കണ്ടതുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാം എന്ന് പറഞ്ഞ് 38 ആഴ്ചയും 3 ദിവസവും കഴിഞ്ഞതിന് ശേഷം പൂർണ്ണ വളർച്ച എത്തിയതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞ് പുറത്ത് വന്നത്. അതും വളരെ ആരോഗ്യമുള്ള, ഒരു കുഴപ്പവും അവർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും എൻ്റെ കുഞ്ഞിനില്ലായിരുന്നു. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെയാണ് അമ്മ മാതാവും തിരുക്കുമാരനും എനിക്ക് തന്ന് അനുഗ്രഹിച്ചത്. അതിന് ഞാൻ എൻ്റെ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദിയുള്ളവളാണ്. അതുകൂടാതെ അയർലൻഡിൽ പോയതിനു ശേഷമാണെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഇവിടുത്തെ ഉടമ്പടി പത്രം വാങ്ങിക്കൊണ്ട് പോവുകയും അത് അയർലൻഡിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രോഗികൾക്കും കൂടെ വർക്ക് ചെയ്യുന്നവർക്കും പറഞ്ഞു കൊടുക്കുകയും അവരെ പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ചാരിറ്റി ഓർഗനൈസേഷന് എല്ലാ മാസവും ഞങ്ങളുടെ സാലറിയിൽ നിന്ന് കുറച്ച് പൈസ അവരെ സഹായിക്കാനായി കൊടുക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപോലെ ടൈം കിട്ടുന്ന സമയങ്ങളിൽ ഞങ്ങൾ മാതാവിൻ്റെ ഉടമ്പടി ധ്യാനം ഒരുമിച്ചിരുന്ന് കൂടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ ദൈവം തന്ന് അനുഗ്രഹിച്ചത്. അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അയർലൻഡിൽ പോകുന്നതിന് മുൻപ് ഞാൻ കോട്ടയംകാരിയാണ്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ചതിന് ശേഷം അവിടെ ക്യാൻസർ വാർഡിൽ പോവുകയും രോഗികളെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉടമ്പടി പത്രം കൊടുക്കുകയും പിന്നെ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സയ്ക്കായി കുറച്ച് പൈസ കൊടുത്ത് അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ അയർലൻഡിൽ എത്തിയതിന് ശേഷവും ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെയുള്ള രോഗികൾക്ക് അവർക്ക് വളരെ കാര്യമാണ്. അവിടുത്തെ വയസ്സായ അമ്മച്ചിമാർക്കൊക്കെ ഈ മാതാവിനെ പറ്റി അറിയുക അവർക്ക് ഭയങ്കര കാര്യമായിട്ടുള്ള കാര്യം. കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് വിശ്വാസം കുറവുള്ളൊരു തലമുറയാണ് അയർലൻഡിലുള്ളത്. അപ്പോൾ അത് വെച്ചപ്പോൾ നമ്മൾ ചെന്ന് മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയൊക്കെ അവരോട് പറയുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ് അത് കേൾക്കാനും പറയാനും ഒക്കെ. അപ്പം അവർക്ക് ഞാൻ കൊണ്ടുപോയി ഉടമ്പടി പത്രം കൊടുക്കുകയും മാതാവിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ചാരിറ്റി ഓർഗനൈസേഷനായിട്ടുള്ള ക്യാൻസർ ഓർഗനൈസേഷനിലോട്ട് ഞങ്ങൾ എല്ലാ മാസവും കുറച്ച് പൈസ കൊടുക്കുകയും പിന്നെ അതുപോലെ തന്നെ അവിടെ ഡബ്ലിനിൽ പിള്ളേർക്ക് വേണ്ടിയുള്ള ചിൽഡ്രൻസ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ചികിത്സിക്കാൻ കഴിവില്ലാത്ത പിള്ളേർക്ക് വേണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാ മാസവും കുറച്ച് പൈസ കൊടുത്ത് അവരെ സഹായിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം തിരുവചനം. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവനെ ദാഹിക്കുകയുമില്ല. ചിഞ്ചു എന്ന ഈ മകൾ ജീവിത പങ്കാളിയോടൊപ്പം വന്ന് വലിയ 2 സാക്ഷ്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഏറ്റുപറയുന്നത്. 4 വർഷത്തിന് വിവാഹത്തിന് ശേഷം 4 വർഷത്തിന് ശേഷമാണ്
അവർക്ക് ഒരു ഓമനക്കുഞ്ഞിനെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകുന്നത്. അതൊരു വലിയ അത്ഭുതമാണ്. കാരണം പ്രഗ്നൻസി ടൈമിലുള്ള അവരുടെ കുഞ്ഞിൻ്റെ ഉദരത്തിലെ റിപ്പോർട്ട് വളരെ അപകട നിലയിലാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നിന്ന് അവർ ഉടമ്പടി സ്വീകരിച്ച് പോയപ്പോൾ അവർ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിൽ നിന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ടാണ് പോയത്. അതിനാൽ തന്നെ അവർക്ക് ഉടമ്പടി ഒരു വലിയ ഉറപ്പായിരുന്നു. ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല, ഞങ്ങളുടെ കുഞ്ഞിന് വളരെ പരിശുദ്ധ അമ്മ വളരെയധികം സാമീപ്യം നൽകി പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളൊരു വലിയ വിശ്വാസം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. എത്ര തന്നെ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കേട്ടിട്ടും ഇവരുടെ അസ്വസ്ഥതകളിലെല്ലാം ഇവർക്ക് കൂടെ നിന്നത് പരിശുദ്ധ അമ്മയും ഈശോയും മാത്രമാണ്. ഈശോയ്ക്ക് സംരക്ഷണം നൽകാൻ നാം വചനത്തിൽ വായിച്ചെടുക്കുന്നത് പോലെ അവിടുത്തെ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ കാതുകൾ മന്ദീഭവിച്ചിട്ടില്ല എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം, ചിഞ്ചു പറഞ്ഞതുപോലെ ഞങ്ങളെ ഡോക്ടേഴ്സ് ഒന്നും ഒരു ആശ്വാസവാക്കിലൊന്നും ഞങ്ങളോട് സംസാരിക്കുകയില്ലായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ കയ്യിലേക്ക് ലഭിച്ചിരിക്കുന്ന ഓമനക്കുഞ്ഞ് അവർ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവരുടെ പരീക്ഷണങ്ങളിലുള്ള എല്ലാ നിരീക്ഷണങ്ങളിലുള്ള യാതൊരു കുറവുകളും ഈ കുഞ്ഞിനില്ലാതെയാണ് ഈശോ ഇവർക്ക് കുഞ്ഞിനെ നൽകിയിരിക്കുന്നത്. നമ്മുടെ എത്ര തന്നെ വലിയ ജീവിത ഭാരങ്ങളായാലും ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ റിസൾട്ട് വളരെ വലുതായിരിക്കും. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഉടമ്പടി ഉടൻ പരിഹാരമാണെന്ന് നാം മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ്. അതോടൊപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. എത്ര തന്നെ ഇൻവെസ്റ്റിഗേഷൻസ് മോശമായാലും നെഗറ്റീവായാലും നമ്മുടെ സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് വലുതാണെങ്കിൽ ഈശോയ്ക്ക് നമ്മെ സ്നേഹിക്കാനും നമ്മെ ഇഷ്ടപ്പെടാനും വലിയ കാരണങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ചിഞ്ചുവിൻ്റെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സായതിനെക്കുറിച്ച് പറയുകയായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും അയർലൻഡിലേക്ക് വിസ നൽകാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ ജീവിത പങ്കാളി വന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, നിൻ്റെ ഭാവി അവിടെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ ഭാവി സുനിശ്ചിതമാണ്. പക്ഷേ നമ്മുടെ ഉടമ്പടി എത്രത്തോളം കറക്റ്റഡാണ്, നമ്മുടെ ഉടമ്പടിയിൽ നാം എത്രത്തോളം വിശ്വസ്തരാണ്, അത്രമാത്രം വലുതായിരിക്കും ഈശോയ്ക്ക് നമ്മെ സ്നേഹിക്കുവാനുള്ള അടുപ്പവും വിശ്വസ്തതയും സ്നേഹവും. ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ദൈവമാതാവ് എപ്പോഴും നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കും. ചിഞ്ചുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു പേര് ഷൈജ അനീഷ്. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോന്നി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് 28/11/2022 ഇതെൻ്റെ മകൻ അഖിൽ, ഇത് എൻ്റെ മകൾ ആദിത്യ, ഇതെൻ്റെ ചേച്ചിയുടെ മകൾ അതുല്യ. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഇവിടുത്തെ പള്ളിയെപ്പറ്റി അറിയുന്നതും എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞിട്ടാണ്. ഇവിടെ ഇങ്ങനൊരു പള്ളിയുണ്ട്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ എല്ലാ കാര്യവും സാധിക്കുമെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വരുന്നത്. എൻ്റെ മകന് ജോലി ലഭിക്കുന്നില്ലായിരുന്നു. എല്ലായിടത്തും പോയിട്ടും അവന് എങ്ങൊന്നും ജോലി ലഭിക്കുന്നില്ലായിരുന്നു. കൂടി വന്നാൽ 1 മാസത്തിൽ കൂടുതൽ അവിടെ എങ്ങും നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം അവന് വിദേശത്തേക്ക് ഒരു ഇൻ്റർവ്യൂ ശരിയാകുകയും, കോഴിക്കോട് വെച്ചായിരുന്നു ഇൻ്റർവ്യൂ. അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്യാൻ ഇവർ പോയപ്പോൾ അവിടെ 10,000 പേരോളത്തിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഇവിടെ ഭയങ്കര ആളാണ്, കിട്ടുമോ എന്നറിയത്തില്ല, എന്തായാലും നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം അവന് കൊടുക്കുന്നുണ്ടായിരുന്നു. പാസ്പോർട്ടിൽ തൈലം തേക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാശ് രൂപം പോക്കറ്റിലിട്ട് ഞാൻ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് ഉടമ്പടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവന് 3 ഇടത്തായിട്ടായിരുന്നു ഇൻ്റർവ്യൂ. 3 ഇടത്തും കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ പിന്നെ അവിടെ ഇതുപോലെ 3 ഇടത്ത് കയറി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് അവന് ജോലി ലഭിച്ചു എന്ന് മനസ്സിലായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ 44-ാമത്തെ ദിവസം അവന് ജോലി ശരിയായി. ഞാൻ ഉടമ്പടി എടുത്ത് 44-ാമത്തെ ദിവസമാണ് മകന് ജോലി ശരിയായത്. വിദേശത്ത് അവരുടെ കമ്പനിയിൽ തന്നെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി അവന് ജോലി കിട്ടിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ എൻ്റെ കുഞ്ഞ് ചെല്ലുമ്പോൾ നല്ല ഭക്ഷണം, താമസം
ഇതൊക്കെ ലഭിക്കണം. ശമ്പളം കുറഞ്ഞാലും കുഴപ്പമില്ല, നല്ല രീതിയിലുള്ള ഭക്ഷണവും താമസവും എല്ലാം ലഭിക്കണം അവന് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ അവരുടെ കമ്പനിയുടെ വകയായിട്ട് ഉള്ള നല്ല ഭക്ഷണവും നല്ല താമസ സൗകര്യവും ആയിട്ട് അവന് ലഭിച്ചു. സെയിൽസിനായിട്ടാണ് ഇവിടുന്ന് കയറിപ്പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് 2 പ്രാവശ്യം അവനെ തിരഞ്ഞെടുത്തു. പിന്നെ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ അച്ഛനെ വന്ന് കാണാനും അച്ഛൻ്റെ അനുഗ്രഹം ലഭിക്കാനും പറ്റി. അച്ഛന് കാശ് രൂപം കൊടുത്തു. അത് അന്നേരം തന്നെ ഇവിടുന്ന് ഇറങ്ങി ഒരു കൊന്ത മേടിച്ച് അവനത് കഴുത്തേലിട്ട് പിന്നെ അന്നു മുതൽ ആ മാല അവന് കഴുത്തിൽ നിന്ന് ഊരിയിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും അമ്മ അവൻ്റെ കൂടെ ഉണ്ടെന്നുള്ള നല്ല വിശ്വാസം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം ബെസ്റ്റ് എംപ്ലോയി ആയിട്ട് തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്ത ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഒരു ജോലിക്കയറ്റം അവന് ലഭിക്കണം, സെയിൽസിൽ നിന്ന് ഉള്ള ഒരു ജോലിക്കയറ്റം അവനുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ പിറ്റേ മാസം തന്നെ അവന് മാനേജർ പോസ്റ്റിലോട്ട് അവന് ജോലി അവിടെ ലഭിച്ചു. ഒരു ഷോപ്പ് മുഴുവൻ അവരവനെ ഏൽപ്പിച്ചു. ഇത്ര പരിചയം മാത്രമുള്ള അവനെ വിശ്വാസത്തോടെ ഒരു ഷോപ്പ് മുഴുവൻ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ മാനേജർ പോസ്റ്റിലേക്ക് അവനെ നിയമിച്ചു. എല്ലാം പരിശുദ്ധാമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഈശോപ്പയുടെ അനുഗ്രഹം കൊണ്ടുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എൻ്റെ മകൾക്ക് PGക്ക് അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഡിഗ്രി പഠിച്ച കോളേജിൽ തന്നെ അഡ്മിഷൻ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ ചോദിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് 50,000 രൂപ ഡൊണേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കതിന് പറ്റില്ലായിരുന്നു. അങ്ങനെ മോളും ഞാനും കൂടെ നല്ല രീതിയിൽ അമ്മ മാതാവിനോട് അപേക്ഷിച്ചു, നല്ല രീതിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് പറയാം. അങ്ങനെ മോൾക്ക് അവസാനം വന്നപ്പോൾ അവിടെ 2 സീറ്റ് വന്നു. അപ്പം മെറിറ്റിൽ തന്നെ അവൾക്ക് കിട്ടി അവിടെ. അങ്ങനെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹം ലഭിച്ചു. പിന്നീട് ഇവിടുന്ന് ഉടമ്പടി ഞാൻ വെക്കാത്ത ഒരു കാര്യം എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. ഞാനിവിടുന്ന് ഉടമ്പടി വെച്ചിട്ടില്ലായിരുന്നു. ആ ഒരു രോഗസൗഖ്യം എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അടച്ചിട്ട റൂമുകളിലൊന്നും എനിക്ക് കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിലുണ്ടായിരുന്നു. ചിലപ്പോൾ ഉറങ്ങാതൊക്കെ ഞാനത് ഇരിക്കുമായിരുന്നു. അതുപോലൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അതാണ്, അമ്മ എൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മാറ്റിത്തരണം, എനിക്കിതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മേ, എനിക്കത് മാറ്റിത്തരണമെന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാനൊരു പത്രം മടക്കി എൻ്റെ തലയണയുടെ കീഴിൽ വെച്ചു. പിറ്റേ ദിവസം മുതൽ ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. അന്ന് തന്നെ പിറ്റേന്ന് മുതൽ പിന്നെ എനിക്ക് അങ്ങനെ പ്രശ്നമേ ഇല്ല. എനിക്ക് എങ്ങനെയും റൂമടച്ചാലും ഒന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ വർഷങ്ങൾ കൊണ്ട് എൻ്റെ പുറത്തൊരു പരുവ് പോലെ വരും. അതെല്ലാ വർഷവും ഹോസ്പിറ്റലിൽ പോയി അത് കീറിക്കളഞ്ഞാൽ മാത്രമേ അത് പോകത്തുള്ളായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞും ഉടമ്പടി എടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ അത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കത് വീണ്ടും അത് പഴുത്തു. ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചു, ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തതാണ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. പിന്നെ അമ്മയുടെ തൈലം ഞാൻ തൂക്കാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞു. പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് പഴുത്തത് പൊട്ടി നല്ല രീതിയിൽ അതിൽ നിന്ന് പഴുപ്പ് പോയി കഴിഞ്ഞ് ഇപ്പോൾ 3 വർഷമാകുന്നു. ഇന്ന് വരെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഒരു അസുഖവും മാറിക്കിട്ടി. പിന്നെ എൻ്റെ ചേച്ചിയുടെ അവൾക്ക് അഡ്മിഷൻ TTCക്ക് അഡ്മിഷൻ വേണമായി, അവൾ ഒരു സ്കൂളിൽ വേണമെന്ന് അവൾ വാശി പിടിച്ചു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ അഡ്മിഷൻ ഇല്ല. ആദ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെങ്കിൽ അവൾക്ക് പിന്നീട് അവർ പറഞ്ഞു അവിടെ അഡ്മിഷൻ ഇല്ല, എല്ലാം തീർന്നു, അഡ്മിഷനെല്ലാം തീർന്നു പോയി, ഇനി അഡ്മിഷൻ ഇല്ല, അടുത്ത വർഷം വെയിറ്റ് ചെയ്യൂ, അടുത്ത വർഷം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്കതൊരു ഭയങ്കര വിഷമമായി. അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ കുഞ്ഞമ്മേ ഇങ്ങനൊരു ബുദ്ധിമുട്ടാണ്, കുഞ്ഞമ്മ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്ക്, എനിക്കിതുപോലെ അഡ്മിഷൻ കിട്ടണം, എനിക്ക് അവിടെ തന്നെ വേണം, വേറെ ഒരു കോളേജിലും എനിക്ക് വേണ്ട, അവിടെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവിടെ ആ സമയത്ത് ഒരു അഡ്മിഷൻ എടുത്ത ഒരു കുട്ടി അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുത്തെ സാറ് ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ മോൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ ഉണ്ട്, വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി.
അത് അമ്മയുടെ വലിയൊരു അനുഗ്രഹം, അമ്മയുടെ വലിയൊരു അനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അതിൽ പിന്നെ അവൾക്കും ഭയങ്കര വിശ്വാസമാണ്, അമ്മ മാതാവിനെ ഭയങ്കര വിശ്വാസമാണ്. അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ അവൾക്ക് കുറച്ച് കാര്യങ്ങളൂടെയൊക്കെ സാധിക്കാനുണ്ട്. അത് കഴിയുമ്പോൾ അവൾ സാക്ഷ്യം പറയും. പിന്നെ എല്ലാ കാര്യത്തിലും അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ, ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അമ്മ കൂടെ നിൽക്കുന്നുണ്ട്. ഏത് കാര്യം വന്നാലും ഒരു ഭയമില്ല, പേടിയില്ല. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം യാതൊരു പേടിയുമില്ല. നമുക്ക് എന്ത് വന്നാലും അമ്മ കൂടെ ഉണ്ടെന്നുള്ള നല്ല വിശ്വാസത്തോടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ കാരുണ്യപ്രവൃത്തി, നമ്മൾ അനാഥാലയങ്ങളിൽ പോകും. അനാഥാലയങ്ങളിൽ പോയി അവിടെ ഭക്ഷണം കൊടുക്കും. പിന്നെ പൊതികൾ കെട്ടി വഴിയിലിരിക്കുന്ന എല്ലാ ഭിക്ഷക്കാർക്കും, അങ്ങനെയുള്ള ആൾക്കാർക്ക്, പിന്നെ രോഗമുള്ള ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ധനസഹായം നമ്മൾ ചെയ്യും. അങ്ങനെ പിന്നെ ദിവസവും ബൈബിൾ വായിക്കും. പിന്നെ ജപമാല, ദിവസവും ജപമാല ചൊല്ലും. ഒരു അമ്മയുടെ ജപമാല ചൊല്ലാതെ ഒരു ദിവസം പോലും പറ്റത്തില്ല എന്നൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ. അങ്ങനെയെല്ലാം പിന്നെ എല്ലാവരും, നമ്മുടെ വീട്ടിലെല്ലാവർക്കും നല്ല വിശ്വാസമാണ്, എല്ലാവർക്കും നല്ല വിശ്വാസമാണ്. ഹസ്ബൻഡ് ആണെങ്കിലും എൻ്റെ ഒപ്പം എല്ലാ കാര്യത്തിനും, വെളുപ്പിനെ എഴുന്നേക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം പുള്ളി എപ്പോഴും എൻ്റെ കൂടെ തന്നെയാണ്. പത്രം വിതരണം ചെയ്യാനും എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. പിന്നെ നമ്മളെ കളിയാക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ വിശ്വാസത്തിൽ പോകുന്നത് കൊണ്ട് നമ്മളെ ഒരുപാട് പേര്, നമുക്കുള്ള ആൾക്കാരും അല്ലാത്തവരുമായിട്ട് ഒരുപാട് പേര് നമ്മളെ കളിയാക്കുന്നുണ്ട്. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അമ്മയും യേശുപ്പയും കൂടെ ഉള്ളപ്പം നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ആര് കളിയാക്കിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോപ്പയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. ഇനിയും മുമ്പോട്ടും ഈ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ജീവിതകാലം മുഴുവനും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ തന്നെ മുമ്പോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായം 21-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനവും നിൻ്റെയോ നിൻ്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഷൈജ എന്ന ഈ സഹോദരിയുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അവർ ഏറ്റുപറഞ്ഞത്. ഒരു നല്ല കുടുംബത്തെ വാർത്തെടുക്കുന്ന നല്ല മാതാപിതാക്കളുടെ, നല്ല മക്കളുടെ ഒരു നല്ല സാക്ഷ്യം എന്ന് നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വളരെയധികം സമയച്ചുരുക്കത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ച് രക്ഷകനായ ഈശോയിൽ നിന്നും പ്രാപിച്ചു കൊടുത്ത അത്ഭുതങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്. മകന് വേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു. അമ്മ എപ്പോഴും മകൻ്റെ ഒരു നല്ല ജോലിയും നല്ല ഭാവിയും ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ 49-ാമത്തെ ദിവസം ഉടമ്പടിയെടുത്ത് അമ്മ ഇവിടെ നിന്ന് പോയതിന് ശേഷം മകനെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും വളരെ പെട്ടെന്ന് സൗദിയിലേക്കുള്ള വിസ ശരിയാവുകയും അങ്ങോട്ട് പോകുവാനും വളരെ പെട്ടെന്നൊരു നല്ല സാലറിയോടുകൂടി അവന് ജോലിയിൽ പ്രവേശിക്കുവാനും അതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഷോപ്പിൻ്റെ മാനേജറായിട്ട് മകനെ പ്രൊമോട്ട് ചെയ്യാനുമെല്ലാം പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ച് ഒരു എയർലിഫ്റ്റഡ് അനുഭവം ഈ മകന് നൽകിയിരിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ വിശ്വസ്തതയുടെയും വിശ്വാസത്തിൻ്റെയും മാറ്റുരച്ച് നോക്കുന്ന ഒരു വലിയ അനുഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഈ മകനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിൽ നിന്ന് കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ലഭിച്ച അച്ഛൻ കൊടുത്ത കാശുരൂപവുമായിട്ടാണ് ഈ മകൻ ജോലിസ്ഥലത്തേക്ക് പോയത്. മകൻ്റെ ഒരു വലിയ ദൈവാനുഭവമാണ്. താൻ എവിടെയെല്ലാം ചെന്നുവോ അവിടെയെല്ലാം അക്കോമഡേഷനും ജീവിക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും സൗകര്യങ്ങളും പരിശുദ്ധ അമ്മ ഇവന് മുൻപേ അവിടെ അറേഞ്ച് ചെയ്തു കൊടുത്തു എന്ന ഒരു വലിയ സാക്ഷ്യം ഈ അമ്മ ഇവിടെ ഏറ്റുപറയുകയാണ്. നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് യാതൊരു യോഗ്യതകളും ഇല്ലെങ്കിലും നമുക്ക് വേണ്ടിയെല്ലാം ക്രമീകരിച്ചു തരുന്ന ഒരു ദൈവത്തിൻ്റെ വളരെ മാറോട് ചേർക്കുന്ന, നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു വലിയ സ്നേഹാനുഭവം നാം അനുഭവിക്കുമ്പോൾ നമ്മുടെ ഒരു വലിയ കടമയാണ്
മറ്റുള്ളവരെയും സ്നേഹിക്കുക. ഈശോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കുക. നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. ആ ഒരു സ്നേഹത്തിലേക്ക് നാം കടക്കുമ്പോഴാണ് നമുക്ക് ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. നാം സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്ന അന്നത്തെ പോലെ തന്നെ ഇന്നും ഈശോ നമുക്ക് വേണ്ടി ചെയ്യുന്ന അത്ഭുതങ്ങളെ നാം വിസ്മയത്തോടെ നോക്കിക്കാണുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ പെൺമക്കൾക്കുണ്ടായ അവരുടെ ആവശ്യ സാധ്യതകളെയെല്ലാം, അവരുടെ കോളേജിലെ അഡ്മിഷനെയെല്ലാം എത്ര തന്നെ അസാധ്യമായിരുന്ന കാര്യങ്ങളായിരുന്നാൽ തന്നെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമയച്ചുരുക്കത്തിൽ അവർക്ക് കോളേജിലെ അഡ്മിഷൻ ലഭിക്കുവാനായി പരിശുദ്ധ അമ്മ മധ്യസ്ഥം അപേക്ഷിക്കുകയുണ്ടായി. വലിയ ഒരു അത്ഭുതമാണ് ഷൈജ തൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് ഏറ്റുപറയുന്നത്. വളരെ കാലങ്ങളായിട്ടുള്ള ശ്വാസതടസ്സം, ഏത് മുറിയിൽ ചെന്നാലും അടഞ്ഞുകിടന്ന മുറിയിൽ എപ്പോഴും ബ്രീത്തിങ് ട്രബിൾ, ഒരു സഫക്കേഷൻ ഈ മകൾക്കുണ്ടായിരുന്നു. ഉടമ്പടി എടുത്ത് ചെന്ന ഉടനെ തന്നെ അമ്മയോട് പറഞ്ഞ ഒരു ആഗ്രഹമായിരുന്നു, എനിക്കിനി ആ ഒരു ശ്വാസ പ്രശ്നം ഉണ്ടായിരിക്കരുത് അമ്മേ എന്നുള്ള ആ ഒരു ചെറിയ പ്രാർത്ഥന പരിശുദ്ധ അമ്മ വലിയ ആഗ്രഹത്തോടെ ആ മകൾക്കൊരു പൂർണ്ണ സൗഖ്യം നൽകുകയും അതുപോലെ തന്നെ എന്തെല്ലാം അസ്വസ്ഥതകൾ തൻ്റെ ശരീരത്തിലെ പുറകിലൊരു പരുവുണ്ടായിരുന്നത് വളരെ ഓരോ പ്രാവശ്യവും അത് ഓരോ വർഷം അത് വന്നിരുന്നു, അതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റിയിരുന്നു, വീണ്ടും വരുമായിരുന്നു. പക്ഷേ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്താൽ അത് പരിപൂർണമായി സൗഖ്യപ്പെട്ടു എന്ന് ഈ മകൾ ഏറ്റുപറയുന്നു. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത, നമ്മെ വിസ്മയിപ്പിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളാണ് ഈശോ നമുക്ക് വേണ്ടി സൗഖ്യമായും സാമീപ്യമായും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷൈജയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും രോഗാവസ്ഥയെയും എല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി